ഈ സെഷനിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ എൻ രേണുക, ഹരിത സാവിത്രി, ശ്രീജിത്ത് പെരുന്തച്ചൻ, സോണിയ ചെറിയാൻ. കേരള സാഹിത്യ അക്കാദമി അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൻ്റെ 2ാം ദിവസമായ ഇന്ന് വേദി 2 MT വേദിയിൽ ആദ്യത്തെ സെഷൻ എൻ്റെ സങ്കല്പത്തിലെ വായനക്കാർ. ഈ സെഷനിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ എൻ രേണുക, ഹരിത സാവിത്രി, ശ്രീജിത്ത് പെരുന്തച്ചൻ, സോണിയ ചെറിയാൻ. ഈ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുന്നത് പ്രസിദ്ധ നോവലിസ്റ്റും വിവർത്തകയുമായിട്ടുള്ള ഹരിത സാവിത്രി. ഓർമ്മക്കുറിപ്പുകളിലൂടെയും നോവലിലൂടെയും മലയാളിക്ക് സുപരിചിതയായിട്ടുള്ള സോണിയ ചെറിയാൻ. വിവിധ എഴുത്തുരൂപങ്ങൾ കൈകാര്യം ചെയ്യുന്ന പത്രപ്രവർത്തകൻ കൂടിയായിട്ടുള്ള ശ്രീജിത്ത് പെരുന്തച്ചൻ എന്നിവരാണ്. എൻ്റെ സങ്കല്പത്തിലെ വായനക്കാർ എന്നുള്ളത് കേൾക്കുമ്പോൾ വളരെ രസകരമായ ഒരു വിഷയമായി തോന്നുമെങ്കിലും വലിയ സങ്കീർണതകളുള്ള വിഷയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ എഴുത്തുകാരുടെ ഭാഗത്തു നിന്നൊരു ഗാഢമായിട്ടുള്ള ഒരു ചർച്ച നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എഴുത്തും വായനയും എന്നുള്ളത് പരസ്പര പൂരകമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. എഴുത്തുകാരും വായനക്കാരും പരസ്പരം വിഘടിച്ചു നിൽക്കുന്ന മനുഷ്യരല്ല എന്നുള്ളതും, എഴുത്തും വായനയും ഒരേ മനസ്സിൽ തന്നെ സംഭവിക്കുന്ന സർഗാത്മക പ്രവർത്തനമാണ് എന്നുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാടിലൂടെയാണ് നമ്മുടെ ചർച്ച പുരോഗമിക്കുന്നത്. എഴുത്തിൻ്റെ ചരിത്രം എഴുതപ്പെട്ടിട്ടുള്ളതുപോലെ പലപ്പോഴും വായനയുടെ ചരിത്രം എഴുതപ്പെട്ടിട്ടില്ല. ഒരു ഹിസ്റ്ററി ഓഫ് റീഡിംഗ് എന്നുള്ള റീഡിംഗ് ഹിസ്റ്ററിയെ സംബന്ധിച്ച് ഒരു പുസ്തകം വന്നിട്ടുണ്ട്. 1996 ആ പുസ്തകം വരുന്നത്. ആ പുസ്തകം ഒരു പുസ്തകമായി നിൽക്കുന്നുവെങ്കിൽ പോലും വായനയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് ഉള്ള സംസാരങ്ങളും കുറിപ്പുകളും ഒക്കെ വന്നാൽ പോലും വായനയുടെ ഒരു പ്രഖ്യാപിത ചരിത്രം എന്നുള്ള രീതിയിൽ ഒരിക്കലും വന്നിട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് അത്തരം കാര്യങ്ങളെ നമ്മൾ സ്വീകരിക്കാൻ ഇതുവരെ ഒരു തയ്യാറാകാത്തൊരു സാഹചര്യം കൂടി നമ്മുടെ പരിസരങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. 2 വശങ്ങളാണ് എഴുത്തുകാർ പങ്കെടുക്കുന്ന വായനക്കാരെ സംബന്ധിച്ചുള്ളൊരു സാങ്കല്പിക ചർച്ചയിൽ 2 വശങ്ങൾ പ്രധാനമായിട്ടും ഉൾച്ചേർക്കപ്പെടേണ്ടതുണ്ട്. ഒന്ന്, എഴുത്ത് എന്ന് പറയുന്ന സർഗാത്മകമായ ഒരു പ്രക്രിയയിൽ എന്താണ് വായനയുടെ പ്രസക്തി എന്നുള്ളതാണ്. ഒരേ സമയം നിരന്തരമുള്ള വായനയാൽ പ്രചോദിതരായി എഴുത്തിലേക്ക് വരികയും നിരന്തരം നവീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ സ്വയം വായനക്കാരായി സ്വയം സങ്കല്പിച്ചുകൊണ്ട് എഴുത്ത് പുരോഗമിക്കുന്ന ഒരു പ്രക്രിയ എഴുത്തിൽ ഉൾച്ചേർക്കപ്പെട്ടിട്ടുള്ളതായുള്ള വായനകളും എഴുത്തുകളും ഒക്കെ വന്നിട്ടുണ്ട്. അതേസമയം തന്നെ എഴുത്തുകാർ അവശേഷിപ്പിക്കുന്ന അപൂർണമായിട്ടൊക്കെ അവശേഷിപ്പിക്കുന്ന ഒരിക്കലും എഴുത്തിൻ്റെ അല്ലെങ്കിൽ വായനാ ജീവിതം അവസാനിക്കുന്നില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ ഒരു കൃതി അവശേഷിപ്പിക്കുന്ന പലതരത്തിലുള്ള സങ്കല്പങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ, നൈരാശ്യങ്ങൾ, സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, ദേശാനുഭവങ്ങൾ, വിവിധ തരത്തിലുള്ള ഭാഷാനുഭവങ്ങൾ, ഇങ്ങനെ പലതരത്തിലും വായനയെ പ്രചോദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വായന നടക്കുന്ന സമയം മനുഷ്യർ വലിയ തരത്തിലുള്ള വലിയ അഭിരതികളോടുകൂടിയാണ് വായനയിലേക്ക് പ്രവേശിക്കുന്നത്. ഒരാൾ വായനയിലേക്ക് പ്രവേശിക്കുന്ന സമയം സമാന്തരമായി സമാന്തരമായിട്ടുള്ളൊരു യാത്ര നമ്മുടെ മനസ്സുകളിൽ ആരംഭിക്കുന്നുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരിക്കലും കാണാത്ത അജ്ഞാതമായ ഭൂഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുവാനും കാലാവസ്ഥാ വ്യതിയാനങ്ങളിലൂടെ വിവിധ തരത്തിലുള്ള കാലാവസ്ഥകൾ മനസ്സിൽ രൂപീകരിക്കപ്പെടുന്നുണ്ട്. പലതരത്തിലുള്ള അനുഭവങ്ങൾ വ്യക്തിയുടെ ഏകാന്തതകളെ പൂരിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ. അപ്പോൾ വായനയുടെ ഗൂഢാനന്ദങ്ങൾക്കും വായനയുടെ ജ്ഞാനാധിഷ്ഠിതമായിട്ടുള്ള പല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ അത്തരം യാഥാർത്ഥ്യങ്ങൾക്കും ഒക്കെ ഒപ്പം ഒരു വീണ്ടെടുപ്പിൻ്റെ ഒരു സഞ്ചാരം കൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കൃതിയുടെ ഘടനയിൽ എത്രയോ നൂറ്റാണ്ടുകളുടെ എത്രയോ ഇടങ്ങളുടെ ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഉറഞ്ഞു കിടക്കുന്ന തലത്തിലേക്കൊക്കെ ഒരു കൃതിയുടെ ഘടനയിൽ അങ്ങനെ ഉണ്ടാകും. അറിഞ്ഞോ അറിയാതെയോ എത്രയോ ഓർമ്മകളാണ് അതിൽ ഉള്ളത്. പലപ്പോഴും അതൊരു വിസ്മൃത ചരിത്രമായിരിക്കാം,
അവഗണിക്കപ്പെട്ടവരുടെ ചരിത്രമായിരിക്കാം, നിഷേധിക്കപ്പെട്ട സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രമായിരിക്കാം. പിന്നെ പലയിടങ്ങളിൽ പലതരത്തിൽ പലായനം ചെയ്യപ്പെടുന്ന മനുഷ്യർ, ഇടങ്ങൾ കിട്ടാതെ അലഞ്ഞു നടക്കുന്ന മനുഷ്യർ, തിരസ്കരിക്കപ്പെടുന്ന മനുഷ്യർ, മനുഷ്യാവസ്ഥയുടെയും ഭൂവിടങ്ങളുടെയും പലതരത്തിലുള്ള കാര്യങ്ങളിലൂടെ, യാഥാർത്ഥ്യങ്ങളിലൂടെ, അവരുണ്ടാക്കിയെടുക്കുന്ന വലിയ പ്രതീക്ഷകളിലൂടെ സഞ്ചരിച്ചു പോകുന്ന ഒരു പ്രക്രിയ വായനക്കാരുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഒരു കൃതി ഒറ്റയ്ക്ക് നിലനിൽക്കുമ്പോൾ, ഒരു കൃതി ഒരിക്കലും ഒറ്റയ്ക്ക് നിലനിൽക്കുന്നില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ എഴുത്തുകാർ ഒറ്റയ്ക്ക് എഴുതുന്നുമില്ല. കാരണം ആ എഴുത്ത് എന്ന് പറയുന്ന അവസ്ഥയിൽ, ആ പ്രക്രിയയിൽ എത്രയോ ആളുകൾ ഇടപെടുന്നുണ്ട്. വളരെ അബോധാത്മകമായി അവരുടെ മനസ്സിൽ എത്ര കാലഘട്ടങ്ങളും എത്ര ദേശങ്ങളും ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ടുള്ള ഏകാകിത നിറഞ്ഞ അനുഭവങ്ങളാണ് വായനാ അനുഭവം എന്ന് പറയുമ്പോൾ പോലും അതേസമയം അതിന് ദേശാനുഭവമായി മാറാനുള്ള കരുത്തുണ്ട്. നിരവധി ചരിത്രാനുഭവങ്ങളിലേക്ക് അറിയാതെ സഞ്ചരിച്ചെത്താനുള്ള കരുത്തുണ്ട്. അങ്ങനെയാണ് പുനർവായനകളൊക്കെ ഉണ്ടാകുന്നത്. പലതരത്തിലും നമ്മൾ മറന്നു തുടങ്ങിയ, ബോധപൂർവമോ അബോധപൂർവമോ ഒക്കെ നാം മറന്നു തുടങ്ങിയ വിസ്മൃത ചരിത്രങ്ങളുടെ വീണ്ടെടുപ്പുകളെല്ലാം സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള വായനയിലൂടെയാണ്. അപ്പോൾ ഈ ഒരു വായനക്കാർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രതിപക്ഷമാകുന്നില്ല. എഴുത്തുകാരിലും വായനക്കാരിലും ഒക്കെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാനസിക പ്രക്രിയയാണ്. വിചിത്രമായ മനോലോകങ്ങൾക്ക് കൂട്ടുപോവുക എന്നുള്ള അതിസാഹസികമായിട്ടുള്ള ഒരു ദൗത്യമാണ് പലപ്പോഴും വായനയിൽ സംഭവിക്കുന്നത്. അത് എഴുത്തുകാരും ഒരേ സമയം വായിക്കുന്നുണ്ട്, വായനക്കാരും വായിക്കുന്നുണ്ട്. ഒരിക്കലും അവസാനിക്കാത്ത സ്വാതന്ത്ര്യത്തിൻ്റെ ഇടങ്ങളായി, ആരും ഇടപെടാത്ത, ഒരു തരത്തിലുള്ള അധികാര വ്യവസ്ഥകളും നിയന്ത്രിക്കാത്ത സ്വാതന്ത്ര്യത്തിൻ്റെ ഇടങ്ങളായിട്ടൊക്കെയാണ് വായനയെ നാം സങ്കല്പിച്ചെടുക്കുന്നത്. അത്തരത്തിലുള്ള ധാരാളം പ്രവണതകൾ ലോകത്തുനിന്ന് നടക്കുന്നുണ്ട്. മാർജിനാലിയ ഒക്കെ പറയുന്ന ഒരു സങ്കല്പം, നമ്മൾ പലപ്പോഴും ലൈബ്രറിയിൽ നിന്നൊക്കെ പുസ്തകം എടുക്കുമ്പോൾ ഇവിടെ കുറിച്ചിടരുത് എന്ന് നിയമങ്ങൾ വെച്ചുകൊണ്ട് പുസ്തകം കൊടുക്കുമ്പോൾ പോലും അതിൻ്റെ ഉള്ളിൽ പല പഴയ പുസ്തകങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അറിയാൻ സാധിക്കും. അതിൻ്റെ സൈഡിൽ, മാർജിനിൽ അല്ലെങ്കിൽ ഒഴിഞ്ഞ ഇടങ്ങളിൽ വായനക്കാർ അനിയന്ത്രിതമായിട്ടുള്ള അവരുടെ വികാരങ്ങളും വിചാരങ്ങളും ചിത്രപ്പണികളും ഒക്കെ കുറിച്ചിടുന്ന ഇടങ്ങളായി പുസ്തകങ്ങൾ മാറുന്നുണ്ട്. അതും ഒരു വായന തന്നെയാണ്. ഇത്തരത്തിൽ മാർജിൻ എഴുത്തുകൾ അല്ലെങ്കിൽ ഒഴിഞ്ഞ ഇടങ്ങളിൽ വായനക്കാർ കുറിച്ചിടുന്ന കുറിപ്പുകൾ എത്രയോ വാല്യങ്ങളായിട്ടൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അനുഭവങ്ങൾ ലോകത്തുണ്ട്. അത്തരം കുറിപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വിസ്മൃത ചരിത്രം അല്ലെങ്കിൽ എവിടെയും അടയാളപ്പെടുത്താതെ പോകുന്ന വായനയുടെ നിരവധി കൂട്ടിവായനകളിലൂടെ പുതിയ, ഒരിക്കലും അവസാനിക്കാത്ത സ്വാതന്ത്ര്യത്തിൻ്റെ ഇടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളൊരു സങ്കല്പമുണ്ട്. ജെന്റിൽ മാഡ്നസ് എന്ന് പറയുന്ന ഒരു പുസ്തകം, അതിൽ ഇതുപോലെ പുസ്തക ശേഖരണത്തെ സംബന്ധിച്ച ഉന്മാദഭരിതമായ എത്രയോ അനുഭവങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിലെന്തിനു വേണ്ടിയാണ് മനുഷ്യർ ഇതുപോലെ പുസ്തക മോഷ്ടാക്കളായിട്ട് മാറുന്നത്? പുസ്തകത്തിന് പുറകെ പോയി ആത്മബലി നടത്തുന്ന മനുഷ്യർ, എന്താണ് ഇവരുടെയൊക്കെ പ്രചോദനം? തീർച്ചയായിട്ടും ഭൗതികമായ ഒരു ലാഭങ്ങളുമല്ല. പക്ഷേ ഏതൊക്കെയോ രീതികളിൽ എഴുത്ത്, വായന, ഭാവന ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമായിട്ട് ഏതൊക്കെയോ തലങ്ങളിൽ മനുഷ്യർ ബന്ധിതരായി കിടക്കുന്നുവെന്നും അത്തരത്തിലുള്ള മനുഷ്യരുടെ സമാന്തരമായ മാനസിക ലോകങ്ങളിലൂടെയാണ് ഓരോ കൃതിയും എഴുത്തിൻ്റെ സമുച്ചയമായി മാറുന്നതെന്നുമുള്ള ഒരു സങ്കല്പമാണ് വായനയുടെ ജനാധിപത്യത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ മലയാളത്തിൽ അങ്ങനെ പുസ്തകങ്ങളൊക്കെ വന്നിട്ടുണ്ട്. PK രാജശേഖരൻ്റെ ബുക്സ്റ്റാൾജിയ പോലെയുള്ള പുസ്തകങ്ങളൊക്കെ, പുസ്തകം, വായന, എഴുത്ത്, അതിന് പുറകിൽ മറഞ്ഞിരിക്കുന്ന, ഒരിക്കലും പുറത്തു വരാതിരിക്കുന്ന എത്രയോ മനുഷ്യരുടെ അധ്വാനത്തിൻ്റെ ചരിത്രം. വായനയും അത്തരത്തിലൊരു വലിയ അധ്വാനമാണ്. എഴുത്തുകാരുടെയും വായനക്കാരുടെയും ഇടയിൽ പല നിലകളിൽ നടക്കുന്ന ഇത്തരം വലിയൊരു സങ്കീർണമായിട്ടുള്ള ഒരു പ്രക്രിയയെ സംബന്ധിച്ചാണ് നമ്മുടെ ചർച്ച ഇന്ന് പുരോഗമിക്കുന്നത്. ഈ ചർച്ചയിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഹരിതയാണ്. ഹരിത
വളരെ കൃത്യമായിട്ടുള്ള നോവൽ കൈകാര്യം ചെയ്യുന്ന, നോവലിലും വിവർത്തനവും ഒരേപോലെ യാത്രാവിവരണവും ഒക്കെ കൈകാര്യം ചെയ്യുന്ന, വിവിധ സാഹിത്യ രൂപങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തിത്വമാണ്. കാരണം അതിൽ കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ വംശഹത്യകളുടെയും ഡയസ്പോറയുടെയും പലായനങ്ങളുടെയും അഭയാർത്ഥിത്വത്തിൻ്റെയും യുദ്ധഭീതികളും സംഘർഷങ്ങളും താവളമില്ലാതാകുന്ന മനുഷ്യരെക്കുറിച്ചുമൊക്കെ വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ, മാനുഷികമായിട്ടുള്ള പ്രശ്നങ്ങളും വിവിധ തരത്തിലെ ഇടത്തിൻ്റെ സംബന്ധിച്ച പ്രശ്നങ്ങളുമെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. സമകാലീന സന്ദർഭത്തിൽ ഏറെ പ്രസക്തയായി തീർന്നിട്ടുള്ള ഹരിതയാണ്. ഹരിതയെ സംബന്ധിച്ച് എന്താണ് ഈ സങ്കല്പത്തിലെ വായനക്കാർ എന്നുള്ള വിഷയത്തിൽ എന്താണ് പ്രതികരിക്കാനുള്ളത് എന്നുള്ളത് നമുക്ക് കേൾക്കാം. ഹരിത. താങ്ക് യു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കേണ്ടത്. എൻ്റെ വായനക്കാരെക്കുറിച്ചുള്ള സങ്കല്പം. ഞാനൊരു നാച്ചുറലായിട്ട് ഉള്ള ഒരു റൈറ്ററൊന്നുമല്ല. ഞാൻ വളരെ പ്ലാൻ ചെയ്ത് ആണ് എഴുതുന്നത്. ഒരു മെക്കാനിക്കൽ റൈറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഞാനൊരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു വിഷയം ആദ്യം തിരഞ്ഞെടുത്ത് ഇതെങ്ങനെ അവതരിപ്പിക്കണം, ഇതിലെന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുവരേണ്ടത്. ഞാൻ 2 നോവലുകളാണ് എഴുതിയിട്ടുള്ളത്. അത് രണ്ടും അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഡോക്യുഫിക്ഷനാണ് രണ്ടും. ഈ നോവലുകളിൽ എന്ത് വിഷയങ്ങൾ, എന്തൊക്കെ സംഭവങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, ഇതൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ എഴുതുന്ന ഒരു റൈറ്ററാണ് ഞാൻ. പിന്നീട് അതൊരു നോവലിൻ്റെ രൂപത്തിലേക്ക് എഴുതുന്നു, അല്ലെങ്കിൽ ഒരു കഥ മിക്സ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളൂ. അങ്ങനെയൊക്കെ എഴുതുന്ന ആരെങ്കിലും ഉണ്ടോ അങ്ങനെ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു രീതി അതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഈ എഴുത്തിനെ സീരിയസ് ആയിട്ട് വായിക്കുന്ന റീഡേഴ്സിനെയാണ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് ആദ്യം. അതായത് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന പൊളിറ്റിക്സ് മനസ്സിലാക്കുന്നവർ, അറിയാവുന്നവർ, അതിനെക്കുറിച്ച് വിവരമുള്ളവർ, ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കേണ്ട ഒരു ടാർഗറ്റ് ഓഡിയൻസ്. നമ്മുടെ ഫോർ എക്സാമ്പിൾ ഞാൻ എഴുതിയ 2 നോവലുകളിലും ടർക്കിയെ ബേസ് ചെയ്തിട്ടാണ് എഴുതിയതെങ്കിലും അത് രണ്ടും ഇന്ത്യയിലെ സാഹചര്യം കൂടെ കണക്റ്റ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഭാവി, ഇന്ത്യയിലെ പൊളിറ്റിക്സ്, ഇന്ത്യയിൽ നിലവിൽ നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ, നമ്മുടെ സാമൂഹിക പ്രശ്നങ്ങൾ, ഇവയൊക്കെ അതിൽ റെഫർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ സീരിയസ് റീഡേഴ്സിനെയാണ് എയിം ചെയ്തിരുന്നതെന്ന് അർത്ഥം. പക്ഷേ നോവൽ അതിനു മുൻപ് ചെറിയ ആർട്ടിക്കിളുകളൊക്കെ എഴുതി അതൊരു പുസ്തക രൂപത്തിലായി. മുറിവേറ്റവരുടെ പാതകൾ എന്ന പേരിൽ പുറത്തു വന്നെന്നുള്ളതല്ലാതെ നോവൽ എഴുതി പരിചയമൊന്നുമില്ല. നോവൽ പുറത്തു വന്ന ഉടനെയാണ് ഈ വായനക്കാർ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള പല രസകരമായ അനുഭവങ്ങളിലൂടെ എനിക്ക് കടന്നു പോകേണ്ടി വന്നു. എൻ്റെ ആദ്യത്തെ പുസ്തകമായ ആദ്യത്തെ നോവലായ സിന്നിൽ അത് ഞാൻ വളരെ ഇമോഷണലായി എഴുതിയ ഒരു പുസ്തകം കൂടിയാണ്. ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ഒക്കെ ആദ്യം നമ്മൾ തുടങ്ങുമെങ്കിലും കഥ എഴുതി തുടങ്ങുമ്പോൾ ഞാൻ അതിലേക്ക് പൂർണ്ണമായിട്ടും ഇൻവോൾവ് ആവുകയും വളരെ ഇമോഷണലായിട്ട് എഴുതുകയൊക്കെയാണ് ചെയ്യുന്നത്. അതിലൊരു ക്യാരക്ടറിനെ ഞാനിങ്ങനെ മകനെപ്പോലെ വളർത്തിക്കൊണ്ടുവന്ന് അവസാനം കൊന്നുകളയേണ്ട ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. അത് എനിക്ക് ഒരു വലിയ ട്രോമയുണ്ടാക്കിയ ഒരു എഴുത്തനുഭവമായിരുന്നു. പക്ഷേ അത് വായനക്കാരെ ഇത്രയേറെ ബാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. പല സന്ദർഭങ്ങളിലും അമ്മമാർ എന്നെ പിടിച്ചു നിർത്തിയിട്ട് നീ എന്തിനാ അവനെ കൊന്നു കളഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഇപ്പം അടിപൊട്ടും എന്നുള്ള അവസ്ഥയിൽ ആയിട്ടുണ്ട്. ഞാനപ്പോൾ അയ്യോ അത് വളരെ ക്ഷമാപണത്തിൻ്റെ ശബ്ദത്തിൽ അതങ്ങനെ വേണ്ടി വന്നു, ആ സംഭവത്തിൻ്റെ സീരിയസ്നെസ് അല്ലെങ്കിൽ ആ അവസ്ഥയുടെ സീരിയസ്നെസ് നിങ്ങളെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ്, എന്നാലും അവനെ കൊല്ലാതെ നിനക്ക് വിട്ടുവിടായിരുന്നോ, ഇത്തരം പ്രതികരണങ്ങൾ. അപ്പോൾ വളരെ അതിലെ പൊളിറ്റിക്സ് ഇത്തരം വായനക്കാർ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇതാണ് ഇന്ത്യയുടെ ഭാവി, നമ്മൾ സൂക്ഷിക്കണം, നമ്മൾ നല്ല രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകൾ നടത്തിയില്ലെങ്കിൽ ഇതാണ് നമ്മളെയും കാത്തിരിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ എനിക്ക് ഈ തല്ലാൻ നിൽക്കുന്ന അമ്മമാരോട് പറയാൻ പറ്റുമോ? പറ്റില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നോവലിനെ ആ കഥയെ കഥയായി മാത്രം എടുക്കുന്ന, അതിലെ പൊളിറ്റിക്സ് മാറ്റി നിർത്തി, അതിലെ ചരിത്രവും രാഷ്ട്രീയവും എല്ലാം മാറ്റി നിർത്തി വായിക്കുന്ന വായനക്കാരെ ഞാൻ ധാരാളം കണ്ടുമുട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതിൽ നിന്ന് വിരുദ്ധമായി അത്തരം വായനക്കാരാണ് എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചത്. അവരുടെ ആ റിയാക്ഷൻ, കരച്ചിലിൻ്റെ വക്കത്തിലെത്തി നിൽക്കുന്ന ആ പൊട്ടിത്തെറി ഒക്കെ ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ അറിയാതെ തന്നെ എനിക്കത് ആ സംഭവങ്ങളെല്ലാം ഒരു നോവലിൻ്റെ രൂപത്തിൽ എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റി എന്നെനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായത് അവരുടെ ആ റിയാക്ഷൻ കണ്ടപ്പോഴാണ്. അതുവരെ അതൊരു വളരെ ഒരു ജേർണലിസ്റ്റിക് വർക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കുണ്ടായ ട്രോമ, എൻ്റെ ഇമോഷൻസൊക്കെ മാറ്റി നിർത്തിയാൽ കുറച്ച് ഡോക്യു ഫിക്ഷൻ എന്നുള്ള ആ ഒരു പർപ്പസ് മീറ്റ് ചെയ്യുക എന്നൊക്കെ മാത്രമേ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഈ അനുഭവങ്ങൾ എൻ്റെ രണ്ടാമത്തെ നോവൽ എഴുത്തിൽ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആദ്യത്തെ നോവലിൽ അത് അവസാനിപ്പിക്കുന്ന സമയത്ത് അത് വായിച്ചിട്ടുള്ളവർക്കറിയാം, അത് ആദ്യം തൊട്ട് വളരെ തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെയാണ് അതിലെ ക്യാരക്ടേഴ്സ് കടന്നു പോകുന്നത്. എൻ്റെ വായനക്കാരെ ഞാൻ അങ്ങനെ വിഷമിപ്പിക്കാൻ പാടില്ല എന്നൊരു തോന്നലുണ്ടായതുകൊണ്ട് ആ നോവലിൻ്റെ അവസാനം ഞാനൊരു പ്രതീക്ഷയുടെ ഒരു സ്പർശം അതിൽ വന്നിട്ടുണ്ട്. ഒരു പ്രതീക്ഷയോടെയാണ്, ഒരു ചെറിയ പ്രതീക്ഷയോടെയാണ് ആ നോവൽ അവസാനിക്കുന്നത്. പക്ഷേ രണ്ടാമത്തെ നോവലിലേക്ക് എത്തിയപ്പോഴേക്കും ഞാൻ കുറച്ചുകൂടെ ക്രൂരയായി എന്ന് വേണമെങ്കിൽ പറയാം. വായനക്കാരുടെ സങ്കടമൊന്നും ഞാനിനി നോക്കേണ്ടതില്ല. എങ്ങനെയാണ് ഞാൻ വിഷയത്തിൽ നിന്ന് കുറച്ചുകൂടെ ഡിറ്റാച്ച്ഡായിട്ട് വിഷയത്തോടാണ് ഞാൻ, വായനക്കാരോടല്ല, വിഷയത്തോടാണ് ഞാനിപ്പോൾ നീതി പുലർത്തേണ്ടത്, അല്ലെങ്കിൽ നോവൽ എന്ന ഒരു മാധ്യമത്തിനോടാണ് ഞാൻ നീതി പുലർത്തേണ്ടത് എന്നൊരവസ്ഥയിലെത്തി. ഒരു പക്ഷേ എക്സ്പീരിയൻസ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അങ്ങനെ എൻ്റെ വായനക്കാരെ സങ്കടപ്പെടുത്തരുത് എന്ന ചിന്തയൊന്നും കുർബാനിലില്ല. വളരെ ക്രൂരയായി തന്നെ എഴുതി, വളരെ ക്രൂരമായി അവസാനിപ്പിക്കുകയും ചെയ്തു. അത് ഇത് പറഞ്ഞതുപോലെ ഇന്നലെ രാത്രിയും വിദേശത്ത് താമസിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട്, സിനിൽ കുറച്ചെങ്കിലും പ്രതീക്ഷയുണ്ടായിരുന്നു, ഇതിലൊട്ടും പ്രതീക്ഷയില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞ സിനിൽ ഞാൻ ആ വിഷയത്തോട് നീതി പുലർത്തിയിരുന്നെങ്കിൽ അതിൽ സന്തോഷം ഉണ്ടാവില്ലായിരുന്നു. ഈ പുസ്തകത്തിൽ ഞാൻ നീതി പുലർത്തി. സാധാരണ സാഹചര്യങ്ങളിൽ എങ്ങനെയാണോ, ഇതൊരു ഡോക്യു ഫിക്ഷൻ ആയതുകൊണ്ട് എനിക്ക് ഹീറോയിക്കായിട്ടുള്ള കഥാപാത്രങ്ങളുടെ ഇടപെടലുകൾ കൊണ്ടുവരാൻ കഴിയില്ല. ഒരു സാധാരണ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു വ്യക്തി പെരുമാറുന്നത്, ആ രീതിയിൽ മാത്രമേ എനിക്കത് എഴുതാൻ കഴിയൂ. നിങ്ങളെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ റീഡേഴ്സുണ്ട്. അവരെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൂർണ്ണമായും ഫിക്ഷൻ, അതിലെ ഡോക്യു ഫിക്ഷൻ എന്നുള്ള ആ ഒരു വിഭാഗത്തിൽ നിന്ന് മാറി പൂർണ്ണമായും ഭാവന മാത്രം കലർത്തിയുള്ള ഒരു പുസ്തകം എഴുതണമെന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. പക്ഷേ മുന്നിലധികം സമയമില്ല. ഇനി ബാക്കിയുള്ള സമയം കൊണ്ട് ചരിത്രം മാറ്റി എഴുതുന്ന ഒരു സമയമാണ്, ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന സ്കിൽ ഈ ലോകത്തിന് വേണ്ടിയിട്ട് കുറച്ചെങ്കിലും ഉപയോഗിക്കണം എന്ന ഒരാഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ഡോക്യു ഫിക്ഷൻ എന്ന ഒരു മാധ്യമം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് പല വായനക്കാരെയും അത് സ്വാധീനിച്ചിട്ടുണ്ട്. അത് വായിച്ചിട്ട്, അതായത് ഒരു രാഷ്ട്രീയ ലേഖനമായി ഇത്തരം വിഷയങ്ങൾ ഞാൻ പലപ്പോഴും എഴുതിയിട്ടുണ്ട്. മാതൃഭൂമിയിലൊക്കെ പലതവണ കവർ സ്റ്റോറിയായിട്ട് വന്നിട്ടുള്ള വിഷയങ്ങളാണിതൊക്കെ. പക്ഷേ അവയൊന്നും വായിച്ചിട്ട് ഇതൊക്കെ എവിടെയോ നടക്കുന്ന കഥകളാണ് എന്ന് കരുതി അവഗണിച്ച മനുഷ്യരൊക്കെ ഇതൊരു നോവലിൻ്റെ ഫോമിലേക്ക് എത്തിയപ്പോൾ അത് തൻ്റെ തന്നെ അനുഭവമായി, ഇത് എൻ്റെ ജീവിതത്തിലുണ്ടാവും, എൻ്റെ വീട്ടിലുള്ളവർക്കുണ്ടാവും, എൻ്റെ രാജ്യത്തിനുണ്ടാകും എന്നോർത്ത് ആധി പിടിക്കാൻ ആ നോവൽ എന്ന മാധ്യമം എന്നെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു തുടക്കക്കാരിയാണ്, 2 നോവലുകൾ മാത്രം എഴുതിയ ഒരാൾ. അപ്പോൾ അതിൻ്റെ കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ ഞാൻ ഈ നോവൽ കുറച്ചുകൂടെ ഫലപ്രദമായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് വീണ്ടും കണ്ടുപിടുത്തങ്ങൾ നടത്തിയേക്കും. പിന്നെ ഈ വായനക്കാരെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈയിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുൻപ് കണ്ട ഒരു കാഴ്ച എന്നെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ കണ്ണൂർ
മാതൃഭൂമിയുടെ ഒരു വായനാ സെഷന് വേണ്ടി പോയപ്പോൾ അവിടെ ഒരു കുട്ടിയെ കണ്ടു. മാതൃഭൂമിയുടെ ബുക്ക് സ്റ്റാളിലാണ്. ഈ കുട്ടി ഒരു 6 വയസ്സ് 7 വയസ്സ് കാണും. ഈ കുട്ടി ബുക്ക് ഷെൽഫ്സിനിടയിലൂടെ നടക്കുകയാണ്. പക്ഷേ അവൻ നടക്കുന്നത് അല്ല നിൽക്കുന്നതും മറിച്ച് നോക്കുന്നതും ഒന്നും ബാലസാഹിത്യമല്ല. ബാലസാഹിത്യം അതിനൊക്കെ അവൻ തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. അവൻ കയ്യിലെടുത്ത് നോക്കുന്നത് പോനം, പുറ്റ്, എൻ്റെ നോവൽ സീൻ. എനിക്ക് ഈ കുട്ടി ഒരു ബോംബെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എന്താണെന്ന് പറഞ്ഞാൽ ഇത്തരം പുസ്തകങ്ങളിലൊക്കെ ഇൻക്ലൂഡിങ് മൈൻ ഭയങ്കരമായ വയലൻസാണ്. ഒരു 6 വയസ്സോ 7 വയസ്സായ കുട്ടി, ആ കുട്ടി നല്ലോണം വായിക്കുന്ന കുട്ടിയാണ്. കുട്ടിയുടെ പേരൻസ് നന്നായിട്ട് കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ കുട്ടി ഇതൊന്നും തൊടാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അത്ര ഭീകരമായിട്ടുള്ള എന്ന് വെച്ചാൽ അത്ര വയലൻസാണ് ബുക്സിൽ. പക്ഷെ എന്തുകൊണ്ടാണ് അവൻ ബാലസാഹിത്യത്തിനടുത്ത് പോകാത്തത്? നമ്മുടെ ബാലസാഹിത്യം കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മൾ അവരെ അക്യൂസ് ചെയ്യുന്നില്ലേ? കുട്ടികൾ വായിക്കുന്നില്ല, അവർ കൂടുതൽ സ്ക്രീനിലേക്ക് തിരിഞ്ഞു പോകുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥയുണ്ടാകുന്നത്? നമ്മുടെ ബാലസാഹിത്യം ഇപ്പോഴും പണ്ടും പുഴയും കാറ്റും പൂക്കളും ചിത്രശലഭവും ആ ഒരു അവസ്ഥയിൽ നിൽക്കുക. അതിൽ നിന്ന് മാറണം. നമ്മുടെ കുട്ടികൾ സ്ക്രീനിൻ്റെ ലോകത്തേക്കാണ് അവർ ജനിച്ചു വീണത്. ഡിജിറ്റൽ യുഗത്തിലേക്ക് ജനിച്ചു വീണ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവരുടെ ബ്രെയിൻ എന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ഫോം ചെയ്തിരിക്കുന്നതാണ് അവരുടെ ചിന്തകളും എല്ലാം. അപ്പോൾ അതിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള മെറ്റീരിയൽ നമ്മൾ റൈറ്റേഴ്സ് അവർക്ക് കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം ചിന്തകൾ കടന്നു വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്കതിനനുസരിച്ച് നമ്മുടെ കഴിവിനനുസരിച്ച് എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെയാണ് റീഡേഴ്സ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് ഞാൻ പറയുക. അപ്പോൾ ഈ സിന്നും കുർബാനും എഴുതിയ ഒരു ട്രോമ എനിക്കുണ്ട്. ഞാൻ വളരെ അവശയായിപ്പോയി 2 പുസ്തകങ്ങൾ എഴുതിയതോടെ. അപ്പോൾ എനിക്കിനി എന്നെ ഒന്ന് സന്തോഷിപ്പിക്കണം, അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെ ഒന്ന് സന്തോഷിപ്പിക്കണമെന്നൊരാഗ്രഹം എനിക്കിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞാൻ കരുതി എന്തുകൊണ്ട് എനിക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫാൻറ്റസി മാത്രം ഉള്ളൊരു പുസ്തകം എഴുതിക്കൂടാ? പക്ഷെ അവരുടെ ഇപ്പോഴത്തെ കുട്ടികളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ അങ്ങനെ ഇപ്പോഴത്തെ ആ ഒരു കൊച്ചുകുട്ടിയെ, വായനക്കാരനായ ഒരു കൊച്ചുകുട്ടിയെ സ്വാധീനിച്ചത് കാരണം ഞാൻ എൻ്റെ 3ാമത്തെ നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ടീനേജേഴ്സിന് വേണ്ടിയിട്ടുള്ള ഫാൻറ്റസിയും മാജിക്കൽ റിയലിസവും മാത്രമുള്ള ഡോക്യുഫിക്ഷനും വംശഹത്യയും പലായനങ്ങളും അതിർത്തി പ്രശ്നങ്ങളും ഒന്നും അതിലില്ല. കുട്ടികളെ എൻ്റർടൈൻ ചെയ്യാനുള്ള ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് റൈറ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പിന്നെ പലതരം റീഡേഴ്സ് ഉണ്ടല്ലോ. നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം വായിക്കുന്ന ആളുകൾ. ഞാൻ അങ്ങനത്തെ ഒരു വായനക്കാരിയാണ്. ചെറുപ്പം മുതൽ അങ്ങനെ തന്നെയായിരുന്നു. എന്നെ സന്തോഷിപ്പിക്കുന്ന, എനിക്ക് ഈ ലോകത്തിൽ നിന്നെല്ലാം ഡിസ്കണക്റ്റ് ചെയ്ത് ഡിറ്റാച്ച്ഡായി വേറെ ഏതോ ആളുകളുടെ ജീവിതത്തിലേക്ക്, വേറെ ഏതോ ലോകങ്ങളിലേക്ക് എനിക്ക് പോകാൻ കഴിയണം. എനിക്കതിനിടയ്ക്ക് എൻ്റെ മനസ്സിന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ, സയൻസ് ഫിക്ഷൻ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും എനിക്കത്ര ഞാനങ്ങനെ സയൻസ് അല്ലെങ്കിൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള പൊളിറ്റിക്സ് അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഞാൻ അധികം എൻജോയ് ചെയ്യാറില്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ ഞാൻ വായിക്കാറുണ്ട്. ഇത് ഞാൻ ഫോഴ്സ്ഡായിട്ട് എനിക്ക് ഇത് വായിച്ചേ കഴിയൂ, ഇതെനിക്ക് അറിയണം എന്നുള്ള സാഹചര്യങ്ങളിൽ വളരെ വിഷമത്തോടെ എനിക്കിഷ്ടമില്ല എന്നൊക്കെ വായിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വായിക്കും. ഞാനിതിനിടയ്ക്ക് റിസർച്ച് ചെയ്യാൻ പോയി ജോയിൻ ചെയ്തിരുന്നു. ആ സമയം ഇപ്പോൾ അതെല്ലാം ലീവൊക്കെ എടുത്ത് നടക്കുക നോവൽ എഴുതാനെന്നുള്ള പേരിൽ. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒരുപാട് അക്കാഡമിക് ബുക്സ് വായിക്കേണ്ടി വന്നു. ഫിക്ഷൻ കംപ്ലീറ്റായിട്ട് ഞാൻ മാറ്റിവെച്ചു. ഞാൻ സ്പെയിനിലാണ് താമസിക്കുന്നത്. അവിടെ ഇംഗ്ലീഷ് ബുക്കുകൾ പോലും കിട്ടാത്ത ഒരിടമാണ്. ഞാൻ നാട്ടിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ പെട്ടി നിറച്ച് പുസ്തകങ്ങളാണ് കൊണ്ടുപോകാറുള്ളത്. ആ പുസ്തകങ്ങളെല്ലാം ഞാൻ ഓരോ തവണ വരുമ്പോഴും കൊണ്ടുപോകും. പക്ഷേ അത് വായിക്കാതെ ഞാനത് മാറ്റിവെച്ച് അക്കാഡമിക് ബുക്സിലേക്ക് തിരിഞ്ഞു. പക്ഷെ ആ കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ എന്നെ മാനസികമായിട്ട് എൻ്റെ എഴുത്തിനെ അത് ബാധിച്ചു. എൻ്റെ എഴുത്ത് വളരെ ഡ്രൈ ആയി. എൻ്റെ സന്തോഷമില്ലാതായി. ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം വായിക്കുന്ന ഒരാൾ. അപ്പോൾ
ഇത്രയും മരവിച്ച വിഷയങ്ങൾ, പിന്നെ അക്കാഡമിക് ബുക്സിനൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ഭാഷയുണ്ട്, അത് നമ്മൾ വായിക്കേണ്ടി വരുന്നു. ഇതെനിക്ക് പറ്റിയൊരു പണിയല്ല എന്ന് എനിക്ക് തോന്നി. പക്ഷേ പിന്നെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു നമ്മൾ കാര്യങ്ങൾ അനലൈസ് ചെയ്യാനുള്ള കഴിവ്, ഡാറ്റ വെച്ചിട്ട് എഴുതാനുള്ള കഴിവ്, മറ്റാരും ചോദ്യം ചെയ്യാൻ പറ്റാത്ത വിധം അത്ര ശക്തമായിട്ട് എഴുതാനുള്ള കഴിവ്, അതൊക്കെ കിട്ടി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ സന്തോഷവതിയാണോ എന്ന് ചോദിച്ചാൽ ആ ഒരു അനുഭവത്തെക്കുറിച്ച് എനിക്കൊരു സന്തോഷമില്ലാത്ത കാലമായിരുന്നു അത്. അപ്പോൾ പിന്നെ എനിക്ക് എഴുതണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ലീവൊക്കെ എടുത്ത് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. പിന്നെ പക്ഷേ എന്നെപ്പോലെയല്ല പല വായനക്കാരും ഹിസ്റ്ററി വായിക്കാൻ ഇഷ്ടമുള്ള ആളുകളുണ്ട്, സയൻസ് ഫിക്ഷൻ വായിക്കാൻ ഇഷ്ടമുള്ളതുണ്ട്, ഡിറ്റക്റ്റീവ് നോവൽ വായിക്കാൻ ഇഷ്ടമുണ്ട്. നമുക്ക് തന്നെ ഈയിടെ ഇപ്പോഴതത്ര ശക്തമാണോ എന്ന് എനിക്കറിയത്തില്ല, ഡിറ്റക്റ്റീവ് നോവലിൻ്റെ ഒരു ഓളം തന്നെ മലയാള സാഹിത്യത്തിലുണ്ടായിരുന്നു. ഒരുപാട് പുസ്തകങ്ങൾ ആ ഒരു വിഭാഗത്തിൽ ഉണ്ടായി. പിന്നെ പോപ്പുലർ ഫിക്ഷൻ്റെ സ്വഭാവമുള്ള പുസ്തകങ്ങൾ, അങ്ങനെ പല തരം പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇതിനെ സീരിയസ് ആയിട്ട് കാണുന്നവർ, പിന്നെ ഞാൻ വായിക്കണമല്ലോ പക്ഷേ വായിക്കാതിരിക്കുന്നത് മോശമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് സ്വയം തള്ളി വായിക്കുന്നവരുണ്ട്. അങ്ങനെ പലതരം വായനക്കാരുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ പോപ്പുലർ ഫിക്ഷൻ്റെ സ്വഭാവമുള്ള പുസ്തകങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇത്തരം പുസ്തകങ്ങൾ ഏകദേശം 5 ലക്ഷത്തോളം കോപ്പിയൊക്കെ വിറ്റുപോയ പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങളൊന്നും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഈ പുസ്തകങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വലിയ കൂട്ടം വായനക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അവർ തുടക്കക്കാരാ. അവരെ അത് ഞാനുമൊക്കെ എൻ്റെ വീട്ടിൽ വളർന്നു വന്ന വളരെ മനോരമയിലൊക്കെ വന്ന നോവലുകളൊക്കെ ആദ്യം ഞാൻ വളരെയേറെ എൻജോയ് ചെയ്യുമായിരുന്നു. ഡിറ്റക്റ്റീവ് നോവലുകൾ ഞാൻ വളരെയേറെ എൻജോയ് ചെയ്യുമായിരുന്നു ഒരു വായനയുടെ ആദ്യകാലത്ത്. ഇത് നമ്മൾ ആ പുസ്തകങ്ങളെ ഒരിക്കലും തള്ളിക്കളയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവയെ പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ വായനാ സംസ്കാരത്തെ വളർത്താൻ അവ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഈയിടെ ചില വിവാദങ്ങൾ ഒക്കെ ഉണ്ടായല്ലോ. അപ്പോഴൊക്കെ എൻ്റെ തോന്നൽ ചില പുസ്തകങ്ങൾക്ക് അവാർഡ് കിട്ടിയതിനെ സംബന്ധിച്ച് ചില വിവാദങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ എൻ്റെ തോന്നൽ അത്തരം പുസ്തകങ്ങളും വരണം. സമൂഹത്തിൽ എല്ലാത്തരം വായനക്കാരും ഉണ്ട്, അപ്പോൾ എല്ലാത്തരം എഴുത്തുകാരും ഉണ്ടല്ലോ, അവരും പ്രോത്സാഹിപ്പിക്കപ്പെടണം. പിന്നെ സീരിയസ് ആയിട്ടുള്ള പുസ്തകങ്ങളിലേക്ക് എത്തിപ്പെടാൻ കുറച്ച് സമയം വേണം അവർക്ക്. ഞാനൊക്കെ ഒരുപാട് സമയമെടുത്തിട്ടാണ് വളരെ ഗഹനമായ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയത്. പക്ഷേ എൻ്റെയൊക്കെ തുടക്കം ഇങ്ങനെ പോപ്പുലർ ഫിക്ഷനിൽ നിന്നായിരുന്നു. എനിക്ക് തോന്നുന്ന ഒട്ടുമിക്ക ആളുകളുടെ എല്ലാം തുടക്കം എന്ന് വെച്ചാൽ ചുറ്റുപാടും അവൈലബിളായിട്ടുള്ള പുസ്തകങ്ങൾ. ഒരു കുട്ടി വായിക്കാൻ തുടങ്ങുമ്പോൾ അവൈലബിളായിട്ടുള്ള പുസ്തകങ്ങൾ എന്തുവാ, അത് പണ്ട് നമ്മൾ മാവാരികകളെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിരുന്ന ആ പുസ്തകങ്ങൾ തന്നെയായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത്. പിന്നെ എൻ്റെ അച്ഛനമ്മമാർ അധ്യാപകരായിരുന്നതുകൊണ്ട് അവർ ലൈബ്രറിയിൽ നിന്ന് ധാരാളം പുസ്തകങ്ങൾ, ട്രാൻസ്ലേഷൻസൊക്കെ എനിക്ക് എടുത്തുകൊണ്ട് വന്ന് തരുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ആ ഒരു ഘട്ടം മറികടന്നു. പക്ഷേ ഇപ്പോഴുള്ള കുട്ടികൾ അവർ ചിലപ്പോൾ റീലുണ്ടാക്കാനായിരിക്കാം, എന്തിനായാലും അവരാ പുസ്തകങ്ങൾ തൊടുന്നു, ചിലർ ഇത് വാങ്ങിക്കുന്നു, ചിലർ മറിച്ച് നോക്കുന്നു, ചില ഭാഗങ്ങളെങ്കിലും റീലിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും അത് വായിക്കുന്നു. അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. അതിൽ കുറച്ച് പേരെങ്കിലും മറ്റൊരു പുസ്തകത്തിലേക്ക് കടന്നേക്കും എന്നാണ് അത് കാണുമ്പോൾ എനിക്ക് നിങ്ങൾ ചിലരെങ്കിലും അടുത്ത പുസ്തകം വാങ്ങിക്കുമല്ലോ, അടുത്ത പുസ്തകം വായിക്കുമല്ലോ എന്നൊരു പ്രതീക്ഷ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഒരുപാട് എത്ര മിനിറ്റാ പറയാം എന്നുവെച്ചാൽ ഓക്കെ. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഈ എഴുത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷമാണ് എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കാനെന്നുള്ള രീതിയിൽ ധാരാളം വായന ക്ലബ്ബുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവിടെ തന്നെയുണ്ട്. അങ്ങനെ വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് മനുഷ്യരെ എനിക്ക് ചുറ്റും കാണുന്നുണ്ട്. ഇവരൊക്കെ പലതരത്തിലാണ് ഇതിനെ എൻജോയ് ചെയ്യുന്നത്, പലതരത്തിലാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അതൊക്കെ ഡിഫറെൻ്റാണ്. പക്ഷേ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് നമ്മളിൽ ഓരോ എഴുത്തുകാരെയും വളർത്തുന്നത് എന്ന ഒരു ബോധം എനിക്കുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നെ ഇൻസ്പയർ ചെയ്യുന്ന, നമ്മളെ വളർത്തുന്ന നമ്മുടെ വായനക്കാർ അവരേത് തരത്തിലുള്ളവരാണേലും എന്നെപ്പോലെയുള്ള ഒരു റൈറ്ററിന് അവർ വളരെ വലുതാണ്.
അതുകൊണ്ട് തന്നെ ഈ ഒരു സെഷൻ എൻ്റെ വായനക്കാരെക്കുറിച്ച് സംസാരിക്കാനുള്ള ഈ ഒരു അവസരം എനിക്ക് ലഭിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നന്ദി. വായനയുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളെക്കുറിച്ചാണ് ഇവിടെ അനുഭവങ്ങൾ പങ്കുവച്ചത്. എഴുത്തുകാരി എന്നുള്ള രീതിയിൽ പുതിയ ഒരു ഡോക്യു ഫിക്ഷൻ പോലെയുള്ള സാഹിത്യരൂപം കൈകാര്യം ചെയ്തുകൊണ്ട് ആരംഭിച്ച ഒരു എഴുത്തുകാരി എന്നുള്ള രീതിയിൽ ഓരോ കാലത്തിൻ്റെയും പ്രതിസന്ധികളാണ് വിവിധ ഭാഷാരൂപങ്ങളെ, സാഹിത്യരൂപങ്ങളെ സാധ്യമാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ മനുഷ്യാവസ്ഥകൾ അത്ര ലളിതമല്ലാത്തതുകൊണ്ട് തന്നെ വളരെ ബോധപൂർവം എഴുത്തിൻ്റെ മേഖലയിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥകൾ, ഭരണകൂട ഭീകരതകൾ, വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഒരു ഗൃഹപാഠം ചെയ്ത് തന്നെ എഴുത്തിലേക്ക് കൊണ്ടുവരികയും വിവിധ അഭിരുചികളുള്ള മനുഷ്യരെ അവരെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു ശ്രമങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. എഴുത്തിനോട് നീതി പുലർത്തിക്കൊണ്ടുള്ള ഒരു രീതിയാണ് തുടരേണ്ടത് എന്നുള്ളതും വായനക്കാരെ സംബന്ധിച്ച് കുറേ കൂടി വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ സൂക്ഷിക്കുന്നതുമായിട്ടുള്ള ഒരു സംസാരമാണ് നമ്മളിവിടെ കേട്ടത്. ഇതിൽ നിന്നും ഫിക്ഷനെ സംബന്ധിച്ച് കഥാത്മകമായിരിക്കുക എന്നുള്ളത് വളരെ സവിശേഷമായിട്ടുള്ള കാര്യം തന്നെയാണ് ഫിക്ഷനെ സംബന്ധിച്ച്. അപ്പോൾ അത്തരത്തിൽ കഥാത്മകമായിരിക്കുന്ന അനുഭവങ്ങൾ, എന്നാൽ അതിലൂടെ വിചിത്രമായിട്ടുള്ള മറ്റ് തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയും അതേസമയം കഥാത്മകത നിലനിർത്തുകയും ചെയ്യുക എന്നുള്ള ഒരു എഴുത്ത് രീതി മലയാളത്തിൽ ഒരു സൈനിക കഥകൾ, നോവലുകളൊന്നും മലയാളിക്ക് അപരിചിതമായിട്ടുള്ള ഒന്നല്ല. പക്ഷേ ഒരു സ്ത്രീ അതിലേക്ക് കടന്നു വന്നുകൊണ്ടാണ് അവരുടെ പട്ടാളക്കുറിപ്പുകൾ വരുന്ന സൈനിക ജീവിതത്തെ സംബന്ധിച്ചുള്ള ഓർമ്മക്കുറിപ്പുകൾ എഴുതിക്കൊണ്ട് മലയാളിയുടെ ഇടയിലേക്ക് വളരെ പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരിയായിട്ട് മാറിയ ഒരാളാണ് സോണിയ ചെറിയാൻ. ഇന്ത്യൻ റെയിൻബോ എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരിയുടെ ഓർമ്മക്കുറിപ്പുകൾ അതിനുശേഷം വളരെ വിചിത്രമായിട്ടുള്ള തീക്ഷ്ണമായിട്ടുള്ള അനുഭവങ്ങളോട് കൂടി, എന്നാൽ ഭാവനാത്മകത, എഴുത്തിൻ്റെ ഒരു ഭാവനാത്മകത നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ആ കുറിപ്പുകൾ വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിലാണ് സ്നോ ലോട്ടസ് എന്നുള്ള നോവൽ ഫിക്ഷനിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഡോക്യു ഫിക്ഷൻ എന്നുള്ളതും രാഷ്ട്രീയ കാലാവസ്ഥ തീക്ഷ്ണമായി നിലനിർത്തുക എന്നുള്ളൊരു വായനാനുഭവം നിലനിർത്തുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഭാവനാത്മകമായ രീതിയിൽ ഒരു അവസ്ഥകളെ, മനുഷ്യാവസ്ഥകളെ അല്ലെങ്കിൽ നമുക്ക് അജ്ഞാതമായ ഭൂഭാഗങ്ങളെ സവിശേഷമായി പരിചയപ്പെടുത്തുന്ന ഒരു എഴുത്തുകാരി കൂടിയാണ് സോണിയ ചെറിയാൻ. സോണിയ ചെറിയാൻ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള വായനാനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ടാകും. സോണിയ. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുള്ളൊരു ദിവസമായത്. വേദിയിലും സദസ്സിലും ഇരിക്കുന്നത് എല്ലാവരും തന്നെ പ്രിയപ്പെട്ടവരാ. എല്ലാവരെയും നേരിട്ടും എഴുത്തിലൂടെയും വായനയിലൂടെയും ഒക്കെ അറിയുന്നവരാ. ഇവിടെ ഇരിക്കുന്ന 3 പേരുടെയും എഴുത്ത് വായിച്ചതിന് ശേഷമാണ് അവരെ നേരിട്ട് കാണുന്നത്. അതുപോലെ മുമ്പിലിരിക്കുന്ന ആൾക്കാരാണ്, എത്ര പേരാണ് അവരുടെ എഴുത്തുകൾ വായിച്ചിട്ടുണ്ട്, അവരെ അങ്ങനെ അറിഞ്ഞിട്ടുണ്ട്, പിന്നെ നേരിട്ട് കാണുമ്പോൾ സന്തോഷമുണ്ട്. അതുപോലെ വായിച്ചിട്ട് വന്നവരുണ്ട്. സങ്കല്പത്തിലെ വായനക്കാർ എന്നാണ് വിഷയം. ശരിക്കും ലേറ്റായിട്ട് വളരെ വൈകി വന്ന എനിക്ക് സങ്കല്പിക്കാൻ പോലും ചിന്തിക്കുന്നതിൽ അതിനും അപ്പുറമുള്ള അത്രയും സ്നേഹമുള്ള വായനക്കാരെയാണ് എനിക്ക് കിട്ടിയത്. ഇവിടെ മായ ടീച്ചറുണ്ട്. മായ ടീച്ചർ ഒരു പുസ്തകം വായിച്ചതിന് ശേഷം ബാക്കി 2 പുസ്തകങ്ങളും വായിക്കുകയും അത് 3ഉം വളരെ വിശദമായി പഠിച്ച് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്ത്, അതാ പറയുന്നത്, ഈ 1ാമത്തെ എഴുത്ത് വാരാന്ത പതിപ്പിൽ ഇന്ത്യൻ റെയിൻബോയുടെ ആദ്യത്തെ എഴുത്ത് തൊട്ട് ആ കാര്യത്തിൽ വായനക്കാരുടെ സ്നേഹത്തിൽ ഞാൻ വളരെ ബ്ലെസ്ഡാണ്. നിറച്ചും മെയിലുകൾ വരുന്ന ഇങ്ങനെ സ്നേഹ ഞായറാഴ്ചകളെന്ന് പറയുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ നേരിട്ട് വായനക്കാരോട് ഇടപെടാനുള്ളൊരവസരം എനിക്ക് തോന്നുന്നു ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഈ മെയിലുകളിലൂടെ. ഇതെന്താ എഴുതാഞ്ഞത്, ഇതും കൂടെ എഴുതിക്കൂടെ, ആ കാര്യം, അത് ഷേല പാസിലെ കാര്യം പറഞ്ഞപ്പം ജസ്വന്ത് സിംഗ് ബാബയെക്കുറിച്ച് എഴുതാതിരുന്നത് എന്ത്, അത് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഇങ്ങനെ വായനക്കാർ കൂട്ടിച്ചേർത്ത് തരിക, അതുപോലെ നേരിട്ട് സംവദിക്കുക, ഫോൺ വിളിച്ച് സംസാരിക്കുക, ഒരുപാട് സന്തോഷം കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ചും കൂടെ നമുക്ക് കൂടുതൽ ഉത്തരവാദിത്തത്തോടെ എഴുതാനും ആ സ്നേഹത്തിന് നമ്മൾ റെസിപ്രോക്കേറ്റ് ചെയ്യണം എന്ന് തോന്നുകയും ഒക്കെ ചെയ്യുമ്പോൾ, അപ്പം എനിക്കൊരു വളരെ പ്രഷ്യസ് ആയൊരു സബ്ജക്റ്റാണിത്.
പിന്നെ ഞാനിപ്പം ബിന്ദു ചേച്ചി വന്നിട്ടുണ്ട്. അപ്പം ബിന്ദു ചേച്ചി പറഞ്ഞ ഒരു കഥ നമ്മുടെ ഈ കുഞ്ഞി ഇത് ആലോചിക്കുക. ബിന്ദു ചേച്ചി ഒരു ദിവസം തൃശ്ശൂരിൽ നിന്ന് വിളിച്ചു. അന്ന് ഞാൻ ബാംഗ്ലൂരുള്ളപ്പം ഇന്നലെ ഒരു ക്ലാസ്സിൽ പോയി. അപ്പോൾ കുട്ടികളോട് പറഞ്ഞു ഇന്ത്യൻ റെയിൻബോ വായിക്കാൻ പറഞ്ഞു, അതിൻ്റെ കഥ പറഞ്ഞു. അപ്പോൾ ഒരു കുട്ടി വന്നിട്ട് രാവിലെ കഥ പറയുകയാണ്. ഇന്ത്യൻ റെയിൻബോയിൽ ഭൂൽഭുലയ്യ എന്ന് പറഞ്ഞ ലക്നൗവിലെ കോട്ടയെ പറ്റി പറയുന്നുണ്ട്. മോൻ രാത്രിയിൽ മുഴുവൻ ആ കോട്ടയ്ക്കകത്ത് പെട്ടുപോയി, അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്ത് കടക്കാൻ പറ്റാതെ രാവണൻ കോട്ടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയായിരുന്നു. അപ്പം ഞാൻ രാവിലെ തന്നെയാണ്, ഞായറാഴ്ചയാണ്, ഞാനിങ്ങനെ പാലപ്പം ചുട്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ട് പാലപ്പം ചുടുന്നത് കണ്ട് എൻ്റെ മോളവിടെ കിടന്ന് ഹാരി പോട്ടർ 50-ാം വട്ടം സോഫയിൽ കിടന്ന് വായിക്കുന്നു. മോളെന്നെ വിളിച്ച് അമ്മയ്ക്ക് എന്താണ് ഒരു നിഗൂഢമായ സന്തോഷം. അപ്പം ഞാനിങ്ങനെ പാലപ്പത്തിൻ്റെ കൂടെ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കി അതിനുള്ളിൽ ക്യാരറ്റും ഇതുമൊക്കെ ഇട്ടിങ്ങനെ ഡാൻസൊക്കെ ചെയ്യിച്ചുകൊണ്ട് പച്ചപ്പട്ടാണിയൊക്കെ ഇട്ട് അങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ പണ്ടത്തെ കാര്യം ആലോചിക്കുന്നത്. ഷെർലക് ഹോംസ് വായിച്ചിട്ട് അന്ന് എൻ്റെ അനിയനൊരു പരിപാടി ഉണ്ടായിരുന്നു. അവന് വായിക്കും, പക്ഷേ എന്നാലും ഏറ്റവും സന്തോഷം നമ്മളെ കൊതിപ്പിക്കുക. അപ്പോൾ ഷെർലക് ഹോംസ് കിട്ടി, എവിടുന്നോ അവൻ കൊണ്ടുവന്നു. അവൻ അതുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്, ഞാനിങ്ങനെ പുറകെ നടക്കുന്നുണ്ട്, ഊണ് പോലും ഉപേക്ഷിച്ചിട്ട്, പക്ഷെ കിട്ടുന്നില്ല. അങ്ങനെ ഷെർലക് ഹോംസ് എങ്ങനെയോ ഇവൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അടിച്ചെടുത്ത് ഞാനൊരു ഞങ്ങൾക്ക് പുറകിൽ റബ്ബർ തോട്ടമുണ്ട്, മുമ്പിൽ വയലും. അപ്പോൾ റബ്ബറിൻ്റെ മേലെ കയറിയിരുന്ന് വായിക്കുക. അപ്പോൾ റബ്ബർ മരത്തെ കയറിയിരുന്ന് ഷെർലക് ഹോംസ് മുഴുവൻ വായിച്ച് തീർത്ത് ഇറങ്ങി. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, എന്നെ അന്വേഷിച്ച് നടക്കലും കാണാതാവലും അങ്ങനെയൊക്കെ കുറച്ച് സംഭവമൊക്കെ ഉണ്ടായി. താഴെ ഇറങ്ങി രാത്രിയിൽ ഈ മഞ്ഞ പുള്ളിയുള്ള നാടാന്ന് പറഞ്ഞൊരു കഥയുണ്ട്, അത് ഓർമ്മയുണ്ടാകും, മറ്റേ ഒരു പാമ്പിൻ്റെ കഥയാണ്. അപ്പോൾ ഇതിനെ സ്വപ്നം കണ്ടിട്ട് ഞാനിങ്ങനെ രാത്രിയിൽ കിടന്ന് ഒച്ചത്തിൽ കരയുക. അപ്പോൾ അമ്മ ഓടി വന്നു. അമ്മയ്ക്കാണ് ഉറക്കത്തിൽ എഴുന്നേക്കുന്നത് തീരെ ഇഷ്ടമില്ല. അപ്പം അമ്മ എന്നോട് അമ്മ ചീത്ത വിളിക്കുക, ആർദർ കോനൻ ഡോയിലിനെയാണ് ചീത്ത വിളിക്കുന്നത്, പിള്ളേരെ പേടിപ്പിക്കുന്നോടാ. അപ്പോഴത്തേക്കും ഞാൻ ഇപ്പോഴാണ് സമ്മതിക്കില്ല കേട്ടോ, പുള്ളി ഒരു മിലിറ്ററി ഡോക്ടറായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് ചെറിയ ചെറിയ കുഞ്ഞ് റിവെഞ്ച് നമ്മൾ ചെറുപ്പത്തിൽ വായിച്ചിട്ട് ആ കാര്യങ്ങൾ, കുഞ്ഞു സന്തോഷങ്ങൾ. അങ്ങനെ ഞാനതാ പറഞ്ഞത്, ഞാനൊരു എഴുത്തുകാരിയേക്കാളും കൂടുതൽ, ഒരുപാട് ലേറ്റായിട്ട് വന്ന ആളാണ്, എഴുത്തുകാരിയേക്കാളും കൂടുതൽ വായനക്കാരിയാണ്. അതുകൊണ്ട് ഈ വായനക്കാരുമായ ലോകത്തിലുള്ള മുഴുവൻ വായനക്കാരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചരടുണ്ട്. അതെനിക്ക് ശരിക്കും അത് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെയുള്ള എഴുത്തുകാരും വായനക്കാരും നമ്മളെക്കാളൊക്കെ ഒരുപാട് കൂടുതൽ വായിക്കുന്നവരും എത്രയോ കൂടുതൽ എഴുതുന്നവരൊക്കെ ഇരിക്കുന്ന സ്റ്റേജിലിരുന്ന് ഇങ്ങനെ ഈ കുഞ്ഞി കാര്യങ്ങളല്ല പറയണ്ടേന്ന് എനിക്കറിയാം. എന്നാലും ആ ബിന്ദുവേച്ചിയെ കണ്ടപ്പം, മായ ടീച്ചറെയൊക്കെ കണ്ടപ്പം ആ സന്തോഷ സ്നേഹം കൊണ്ടൊന്ന് പങ്കുവെച്ചെന്നേ ഉള്ളൂ. ഗബ്രിയേൽ മാർക്കേസിൻ്റെ ആത്മകഥയുടെ പേര് ലീവിങ് ടു ടെൽ ദ ടെയിൽ എന്നാണ്. ആ കഥ പറയാൻ വേണ്ടി ജീവിക്കുന്നു, ഫസ്റ്റ് കൊള്ളിത്തിൻ്റെ പേരാത്. അതായത് ജനനം തൊട്ട് വൈഫിനെ പ്രപ്പോസ് ചെയ്യുന്നവരെയുള്ള. എനിക്ക് തോന്നുന്നു ഓരോ എഴുത്തുകാരനും എൻ്റെ ആത്മകഥയ്ക്ക്, അപ്പം മാർക്കേസിനെ പോലെ പ്രതിഭയിലോ എഴുത്തിലോ ഒന്നും അങ്ങനെ മുന്നിലാകണമെന്നൊന്നും ഇല്ല. ഈവൻ എസ്റ്റാബ്ലിഷ്ഡ് റൈറ്റേഴ്സ് മറ്റേ ബൈപ്പാസ് ചെയ്തു പോകുന്ന കാലത്തിൽ ചെയ്തു പോകുന്ന എഴുത്തുകാർക്ക് പോലും, ഏത് എഴുത്തുകാരനും തൻ്റെ ആത്മകഥയ്ക്ക് ഇടാൻ പറ്റിയ പേരാത്. എഴുത്തുകാർ എല്ലാവരും അത് തന്നെയാണ് ചെയ്യുന്നത്, ലീവിങ് ടു ടെൽ എ ടെയിൽ. കഥ പറയാൻ വേണ്ടി ജീവിക്കുക. ഈ കഥ പറയുന്നത് ഒറ്റ ഒരാൾക്ക് വേണ്ടിയാണ് പറയുന്നത്, ഒരേ ഒരാൾക്ക് വേണ്ടിയിട്ട്. വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ നമ്മൾ വായനയിലും എഴുത്തിലും നമ്മൾ അഭിമുഖീകരിക്കുന്നത് ഏകാന്തതയൊക്കെയാണ്. എഴുത്തുകാരൻ എപ്പോഴും ഏറ്റവും ഏകാന്തമായ ഒരിടത്തിരുന്നാണ് എഴുതുന്നത്. വായനക്കാരനാണെങ്കിലും വായിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ശരിക്കും ബാക്കിയുള്ള പാഷൻസ് എല്ലാം, അത് ഫുട്ബോൾ കളിയാണെങ്കിലും ഈവൻ ഒരു സിനിമ കാണാൻ പോവുകയാണെങ്കിൽ പോലും നമ്മളത് കുറച്ച് പേര് കൂടി ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. പക്ഷെ വായന അങ്ങനെയല്ല, ഏകാന്തതയിലിരുന്ന് ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എഴുത്തും അങ്ങനെയാണ്. അപ്പോൾ ഈ എഴുത്തുകാരൻ്റെ ഏകാന്തതയും വായനക്കാരൻ്റെ ഏകാന്തതയും കൂടെ തമ്മിൽ തൊടുക, അതൊരു തമ്മിലൊരു പാലം പണിയുക. എനിക്ക് തോന്നുന്നു അതാണ് ഈ റൈറ്റർ ആൻഡ് റീഡർ, എഴുത്തുകാരനും വായനക്കാരനും തമ്മിലുള്ള ആ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആ ബന്ധത്തിൻ്റെ പ്രധാന കാരണം അതാണെന്ന് തോന്നുന്നു. അത്രയ്ക്ക് അത്രയ്ക്കും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു റിലേഷൻ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഒറ്റ ഒരാൾക്ക് വേണ്ടി എഴുതുന്ന പോലെയാണ്, ഒരൊറ്റ ഒരാൾ വായിക്കുന്ന പോലെയാണ്. ഞാൻ ഇന്ത്യൻ റെയിൻബോ എന്ന ആദ്യത്തെ പുസ്തകം, അത് മെമ്മോയറാണ്. അത് രണ്ടാമത് അവളവൾ ശരണം എന്ന് പറഞ്ഞൊരു ജീവിതമെഴുത്തുണ്ട്, അത് വഴിയിൽ കണ്ടുമുട്ടിയ സ്ത്രീകളെക്കുറിച്ചാണ്, DC-യുടെ ബുക്കാണ്. ഇതിൽ രണ്ടിലുമൊക്കെ ഇൻഫോർമേഷൻ നന്നായിട്ട് വന്നിട്ടുണ്ട്, ബൗദ്ധിക കാര്യങ്ങളെ തൃപ്തിപ്പെടുത്തിയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് നോവലിലേക്ക് കയറിയപ്പോൾ ഇപ്പോൾ ചെറുപ്പം തൊട്ട് കവിതകളൊക്കെ ഇഷ്ടംപോലെ എഴുതുമായിരുന്നു. പക്ഷേ ആദ്യം ഈ നോവൽ പബ്ലിഷ് ചെയ്ത് നോവലിലേക്ക് അങ്ങ് സീരിയസ് ആയിട്ട് എഴുതാൻ തുടങ്ങിയപ്പോൾ, ഫിക്ഷനിലേക്ക് വന്നപ്പോൾ ഞാൻ ആലോചിച്ചത് ചെറുപ്പത്തിൽ വായിച്ച 1001 രാവുകളിലെ ഷെഹർസാദിനെയാണ്. ഒരു
സർവൈവലിന് വേണ്ടി എഴുതുക. ശരിക്കും അറബിക്കടലിലെ ആ സ്ത്രീയെ പോലെ തന്നെ ഒറ്റ ഒരാൾക്ക് വേണ്ടിയിട്ട് കഥ പറയുക അല്ലെ കഥ എഴുതുകയാണ്. അത് ഒരു പേഴ്സൺ പോലും ആകണമെന്നില്ല. സംബഡി ഹു വിൽ ലിസൺ ടു മൈ സ്റ്റോറി, ഹു വിൽ സർട്ടൻലി ലിസൺ ടു മൈ സ്റ്റോറി. ആദ്യം ഒരു പതുക്കെ തുടങ്ങിയാലും കഥ കൂടുന്തോറും മുന്നോട്ട് പോകും തോറും പിരിമുറുകുകയാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ കഥകളും സർവൈവൽ സ്റ്റോറികൾ തന്നെയാണ്. ജീവിച്ചു പോകണമെങ്കിൽ ഒരു കഥ വേണമെന്ന് പോലും തോന്നിപ്പോകും. വായനക്കാരനും വായനക്കാരിക്കും നമ്മൾ പറയുന്ന കാര്യം അതുപോലെ അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നുന്നു ചിലർക്കൊക്കെ അതേ ഇൻറ്റൻസിറ്റിയിൽ അതേ വേവ് ലെങ്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് എഴുത്തുകാരും വായനക്കാരും തമ്മിലുള്ള ആ ബന്ധം വരുന്നത്. ഒറ്റ ഒരാളാണ് കഥ പറയുന്നത്. സ്നോ ലോട്ടസ് ആണെങ്കിൽ ചിലപ്പോൾ അതൊരു പ്രണയകഥ പോലെ വായിക്കാം, അല്ലെങ്കിൽ ഒരു ട്രാവൽ സ്റ്റോറി പോലെയോ, അല്ലെങ്കിൽ ഒരു ടിബറ്റൻസിൻ്റെ ഡയസ്പോറയുടെ ഒരു രാഷ്ട്രീയ വായനയോ, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ സ്റ്റോറി പോലെയോ, അങ്ങനെ പല രീതിയിൽ വായിച്ചവരുണ്ട്. പക്ഷെ ശരിക്കും അത് ഒരു സർവൈവൽ സ്റ്റോറിയാണെന്ന് കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഈ സർവൈവൽ സക്സസ്ഫുൾ ആവണോ എന്നൊന്നും ഒരു പ്രശ്നമല്ല. കാരണം എല്ലാ സർവൈവൽ സ്റ്റോറികളും സക്സസ്ഫുൾ ആവണമെന്നില്ല. ഈ 100 മീറ്റർ ഓടിയിട്ട് വന്ന് വിക്ടറി സ്റ്റാൻഡിൽ പോയി നിൽക്കുന്നത് മാത്രമല്ല സർവൈവൽ. നെക്സ്റ്റ് ഡേ നാളെയും ജീവിക്കണം, ജീവിച്ച് പോകണം എന്നുള്ളതാണ് സർവൈവൽ. സ്നോ ലോട്ടസിൽ അവസാനം അച്ഛനെ തിരികെ കിട്ടുന്നുണ്ട്, പക്ഷേ പ്രണയിയെ നഷ്ടപ്പെടുകയാണ്. പക്ഷെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു സർവൈവൽ സ്റ്റോറി പോലെ പറയാൻ ആഗ്രഹിച്ചു. അതിനെ അതേ രീതിയിൽ മനസ്സിലാക്കിയ, അതേ രീതിയിൽ എടുത്ത ആൾക്കാരുണ്ട്. അത്രയും നമ്മുടെ ഒപ്പം നമ്മുടെ മനസ്സിൻ്റെ അതേ ഋതത്തിലൂടെ ചലിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. അതുപോലെയുള്ള ആൾക്കാരെ കിട്ടുക, അവരുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷന് സാധിക്കുക, അതൊരു പുതിയ കാലത്തിൻ്റെ ഒരു ഇതും കൂടി ആയിരിക്കാം. ഓരോ കഥകളും വായിക്കുമ്പോഴും എഴുതുമ്പോഴും അതേ ദിവസം തന്നെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുക, അതൊക്കെ ഈ കാലത്തെ എഴുത്തുകാരുടെ ഒരു ഭാഗ്യമാണ്. അതിൽ ഒരുപാട് ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ. ഇത്ര ഇപ്പം പറയാനുള്ള, എനിക്ക് തോന്നുന്നു അടുത്ത റൗണ്ടിൽ ബാക്കിയും കൂടെ പറയാം. വായനയുടെ ബഹുസ്വരതയെക്കുറിച്ചും അതിജീവനത്തെ സംബന്ധിച്ചും വായനയിലൂടെ എഴുത്തിലൂടെയും സാധ്യമാവുന്ന അതിജീവനത്തെ സംബന്ധിച്ചുമൊക്കെയാണ് ഇവിടെ സോണിയ സംസാരിച്ചത്. എഴുത്ത് രൂപങ്ങൾ, വിവിധങ്ങളായ എഴുത്ത് രൂപങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് അടുത്ത ശ്രീജിത്ത് പെരുന്തച്ചൻ നമ്മളോട് സംസാരിക്കുന്നത്. കവിത പോലെയുള്ള വളരെ സർഗാത്മകതയുള്ള സാഹിത്യരൂപങ്ങൾ, അതുപോലെ വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വളരെ വിവരങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്ന രീതിയിലുള്ള അത്തരം എഴുത്തുകൾ, ലേഖനങ്ങൾ, ബാലസാഹിത്യം, രുചിയറിവുകളെക്കുറിച്ചുള്ള ഇത്തരത്തിൽ വൈവിധ്യപൂർണമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും അത്തരത്തിലുള്ള രൂപങ്ങൾ, എഴുത്ത് രൂപങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഓരോ എഴുത്ത് രൂപവും ഒരേ രീതിയിലല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുന്നത്. ഓരോ വായനക്കാർ വളരെ വ്യത്യസ്തമായിട്ടുള്ള വായനക്കാരായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇത്തരം എഴുത്ത് രൂപങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഏത് തരത്തിലുള്ള വായനക്കാരെയാണ് സങ്കല്പിക്കാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് അറിയാൻ താല്പര്യമുണ്ട്. ശ്രീജിത്ത്. നമുക്ക് ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായി അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് ഇരിക്കുന്നത്. എങ്കിലും ഞാൻ എൻ്റെ അനുഭവത്തിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഒന്നാമത് ഇത് വളരെ കൗതുകമുള്ളൊരു വിഷയമായിട്ട് എനിക്ക് തോന്നി. കാര്യം ഞാൻ പലപ്പോഴും ആലോചിക്കാറുള്ളൊരു കാര്യമാണ്. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് എഴുത്ത് കുറച്ചൊക്കെ സജീവമായിട്ട് കൊണ്ടുപോയി ഒന്ന് മാറി എഴുത്തിൽ നിന്ന് നിന്നപ്പോൾ, അതാണ് എനിക്ക് ഈ വിഷയം തന്നപ്പോഴും ഓർമ്മ വന്നത്. ഞാൻ ആലോചിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടോ വീട്ടിലൊക്കെ ചോദിക്കും, എൻ്റെ വീടിൻ്റെ കോളിംഗ് ബെല്ലടിച്ചിട്ട് നിങ്ങളിപ്പോൾ ഒന്നും എഴുതുന്നില്ലയോ എന്ന് ചോദിക്കുന്ന ഒരു വായനക്കാരൻ എനിക്കില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് തന്നെ അറിയാം ഞാൻ ഒരു മണ്ടത്തരമാണ് പറയുന്നതെന്ന്. പക്ഷേ ഞാനിത് പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോടോ വീട്ടിലോ പറഞ്ഞിട്ടുണ്ട്. ആരും അന്വേഷിക്കുന്നില്ലല്ലോ. അപ്പം അവരെന്നോട് പറഞ്ഞു, അങ്ങനൊന്നും ആരും തിരക്കത്തില്ല, നിങ്ങൾ ചുമ്മാ എന്ത് വിചാരിക്കുന്നത്? അത് കൂടിപ്പോയാൽ മലയാളത്തിൽ MT വാസുദേവൻ നായർ എഴുതിയില്ലെങ്കിൽ ആരെങ്കിലും വന്ന് ചോദിക്കും നിങ്ങളിപ്പോൾ ഒന്നും എഴുതുന്നില്ലയോ എന്ന്. അല്ലാതെ ഇതൊക്കെ അവനവൻ്റെ ആവശ്യം തന്നെയാണ് എഴുതുന്നത്. ഞാൻ തുറന്ന് പറയുക. അപ്പം ഞാൻ കുറച്ച് ആലോചിച്ചു, ചേട്ടാ ഇത് ശരിയാണല്ലോ, ഞാൻ എഴുതുക എന്നുള്ളത് എൻ്റെ ആവശ്യം തന്നെ ആണല്ലോ എന്ന ഒരു ചിന്തയിലേക്ക് ഇത് കൊണ്ടുപോയിട്ടുണ്ട് എന്നെ. പലരും നമ്മളെ കാണുമ്പോഴും നമ്മളോട് പറയും, ഇപ്പം നമ്മളെ 10 പേര് എന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അതിൽ ഒരു 5 പേരെ എന്നെ വായിച്ചിട്ടുണ്ടാവും.
അതിൽ ഈ 5 പേരിൽ തന്നെയും ഒരാൾ നമ്മളോട് പറയും വായിച്ചു എന്ന് പറയും, പക്ഷേ അയാൾക്ക് അതൊന്നും ഓർമ്മ ഉണ്ടാവണമെന്നില്ല. ഒരാൾ മാത്രം ചിലപ്പോൾ നമ്മളോട് നമ്മൾ എഴുതിയതിനകത്ത് ഒരു സെമിക്കോളനോ അല്ലെങ്കിൽ ഒരു വിരാമചിഹ്നമോ ഇട്ടതിനെക്കുറിച്ച് സംസാരിക്കുന്ന വായനക്കാരുണ്ട്. അവരെയും ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അത്തരം വായനക്കാരനാണ് എൻ്റെ സങ്കല്പത്തിലെ വായനക്കാരൻ എന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതായത് നമ്മൾ കാണുമ്പോൾ പൊതുവെ വായിച്ചിട്ടുണ്ടെന്ന് പറയാൻ എല്ലാവർക്കും പറ്റും, കേട്ടിട്ടുണ്ടെന്ന് പറയാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ നിങ്ങൾ അങ്ങനെ അതിനകത്ത് ഒരു കോമ ഇട്ടു, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ തന്നെ എഴുതിയ ഒരു എഴുത്തിൽ ഈ എഴുത്തുകാരെക്കുറിച്ച് മറ്റു എഴുത്തുകാർ, മരിച്ചുപോയ എഴുത്തുകാരെ ഓർക്കുന്ന അവരുടെ ജീവിതത്തിലെ ഒരു സംഭവം ഞാൻ എഴുതിയപ്പോൾ ഞാനതിലെഴുതി, ഇതിലെ ഓരോ ലൈനിലൂടെയും കടന്നു പോകുമ്പോൾ നിങ്ങൾ ലൈൻ കമ്പിയിൽ തൊട്ടാലെന്നതുപോലെ ഷോക്കേറ്റല്ല വാക്കേറ്റ് മരിക്കും എന്നെഴുതി. ആ ഒരു പ്രയോഗത്തിൽ തടഞ്ഞ് താഴെ വീണ് ഉടഞ്ഞു പോകുന്ന വായനക്കാരുണ്ട്. നിങ്ങൾ ഷോക്കേറ്റല്ല വാക്കേറ്റ് മരിക്കും എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് എന്നോട് വിളിച്ച് സംസാരിക്കുന്ന നൂറുകണക്കിന് ആളുകളൊന്നുമില്ല, ആരെങ്കിലുമൊക്കെ ഉണ്ട്. അതാണ് ഞാൻ ഈ ഒരു വായനക്കാരൻ അല്ലെ 2 വായനക്കാരൻ എന്ന് പറഞ്ഞത്. അപ്പോൾ പല എഴുത്തുകാരും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നല്ല 100 വായനക്കാരെ മതി, അല്ലാതെ ലക്ഷക്കണക്കിനോ ആയിരക്കണക്കിനോ വായനക്കാരെ വേണ്ട, എനിക്ക് നല്ല 100 വായനക്കാരെ മതി. നമ്മൾ പറയത്തില്ല ഒരു കവിത എഴുതുന്നത് ആർക്ക് വേണ്ടിയാണ്? ഒരു കവിത എഴുതുന്നത് ഒരു വായനക്കാരന് വേണ്ടിയാണ്. ആ കവിത അതുപോലെയല്ല മറ്റൊരാൾ വായിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വളരെ നെഞ്ചോട് ചേർത്ത് ഇതിനെ വായിക്കുന്നവരെയാണ് എനിക്ക് ആവശ്യം. അത്തരം വായനക്കാരാണ് എൻ്റെ സങ്കല്പത്തിലെ വായനക്കാർ എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഇപ്പോൾ പണ്ട് നമ്മളൊക്കെ വായിച്ചിട്ടുള്ള കാര്യമാണ്, ഒ വി വിജയന് ഒരാൾ ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ വന്നു. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, ഞാനത് പറയുന്നെന്ന് മാത്രം. ഷേക്ക് ഹാൻഡ് കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ വലത് കൈ വെട്ടിക്കളയണമെന്ന് പറഞ്ഞു വിജയനോട്. അപ്പോൾ വിജയൻ ചോദിച്ചു എന്തിന്? അല്ല, ഈ വലത് കൈ കൊണ്ട് എഴുതാവുന്ന ഏറ്റവും നല്ല നോവൽ നിങ്ങൾ എഴുതി കഴിഞ്ഞു, ഖസാക്കിൻ്റെ ഇതിഹാസം, ഇനി ഇതുകൊണ്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് വായനയിൽ അത്രമാത്രം അഭിരമിച്ചു പോകുന്ന വായനക്കാരും നമുക്കുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. നമ്മൾ വായിച്ചിട്ടുണ്ട്, വളരെയേറെ വായനക്കാരെ സൃഷ്ടിച്ച MT വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറഞ്ഞു, ഞാൻ കത്തെഴുതി എനിക്ക് തന്നെ പോസ്റ്റ് ചെയ്യുമായിരുന്നു. കാര്യം കത്തൊന്നും വരുന്നില്ല വീട്ടിലേക്ക്, ഞാനിങ്ങനെ കഥ എഴുതുന്നുണ്ട്, വല്ലവർക്കൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും ഒന്നും വരാതിരിക്കുമ്പോൾ MT വാസുദേവൻ നായർ മാടത്ത് തെക്കേപ്പാട്ട് കൂടല്ലൂർ അല്ലെങ്കിൽ അങ്ങനെ മലമക്കാവ് എന്നെഴുതി തനിക്ക് തന്നെ പോസ്റ്റ് ചെയ്ത് വീട്ടിൽ വന്ന് സന്തോഷിക്കുന്ന ഒരു MT വാസുദേവൻ നായരെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊക്കെ അറിയുന്ന മലയാളത്തിലെ പ്രമുഖനായ എഴുത്തുകാരൻ മേതിൽ രാധാകൃഷ്ണനോട് സംസാരിച്ചപ്പോൾ ഒരു ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്നെ ആരും വിളിക്കാറില്ല, ഒരു കത്ത് പോലും ആരും പോസ്റ്റ് ചെയ്യാറില്ല, ഫോൺ ബെല്ലടിക്കുന്നതേ ഇല്ല. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ആരും വിളിക്കാത്തപ്പോൾ, ഒരു കത്ത് പോലും ആരും എനിക്ക് അയക്കാത്തപ്പോൾ ഈ ലോകം എന്നെ കൈവടിഞ്ഞെന്ന് തോന്നും എന്ന് അദ്ദേഹം പറഞ്ഞത് എൻ്റെ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അത്തരം ഇച്ഛാഭംഗങ്ങൾ പല എഴുത്തുകാർക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിച്ചതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ ഞാൻ ഓർക്കുന്ന വേറൊരു കാര്യമാണ്, ഞാൻ ഈ വിഷയം എന്താ പറയുക, ഒരു നോവൽറ്റിയുള്ള വിഷയവും ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന വിഷയവും ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഞാനിത് സംഭവങ്ങളായിട്ടാണ് പലതും ഓർത്ത് വയ്ക്കാറുള്ളത്. മനസ്സിൻ്റെ ഞാൻ ഫീഡ് ചെയ്ത് വയ്ക്കുന്ന ആ രീതിയിലായതുകൊണ്ടാണ് പറയുന്നത്. സുകുമാർ അഴീക്കോട് ഒരു ദിവസം കുട്ടിക്കൃഷ്ണമാരാരെ അദ്ദേഹം ജോലി ചെയ്യുന്ന കോളേജിൽ പ്രസംഗിക്കാൻ വിളിച്ചുകൊണ്ടുപോയി. അപ്പോൾ അവിടെ ഭക്ഷണം കഴിച്ചിട്ടോ മറ്റോ അവിടെ ഇടയ്ക്ക് നിൽക്കുന്ന വഴിക്ക് അതിൽ ഫിസിക്സോ മറ്റോ പഠിപ്പിക്കുന്നൊരു പ്രൊഫസർ പോയി അദ്ദേഹത്തെ പരിചയപ്പെടുത്തി, ഇത് കുട്ടിക്കൃഷ്ണമാരാരാണ്, മലയാളത്തിലെ പ്രമുഖനായ എഴുത്തുകാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫിസിക്സിൻ്റെ പ്രൊഫസർ ഭയങ്കര തലക്കനത്തോടെയും ജാടയോടെയും പറഞ്ഞു, പേര് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര പാട് അദ്ദേഹത്തിന് മാരാരെ കേട്ടിട്ടുണ്ട് എന്ന് പറയാൻ. മാരാർ ഒട്ടും വിട്ടുകൊടുത്തില്ല. മാരാർ പറഞ്ഞു, ആ പേര് കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി പാടുപെട്ടിട്ടുമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, തൻ്റെ എഴുത്തിൽ അല്ലെങ്കിൽ തൻ്റെ അധ്വാനത്തിൽ മാരാരെപ്പോലെ ഒരു എഴുത്തുകാരന് ഉള്ള ഒരു ആത്മവിശ്വാസം കൂടിയാണ് ഈ കാണിച്ചു തരുന്നത് എന്ന് പറയാൻ വേണ്ടി ഞാനിവിടെ ആനുഷംഗികമായിട്ട് ഇത് ഓർത്തുപോയി എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഈയിടെ കുറേ നാൾ മുമ്പ് ഈ ഒ വി വിജയൻ്റെ തസറാക്കിൽ ഒരു പരിപാടിക്ക് പോയിട്ട് തിരിച്ച് ട്രെയിനിൽ വരുമ്പോൾ അതിൽ ഒരാളിരുന്ന് പുസ്തകം വായിക്കുന്നു. ഞാനതൊന്നും ചോദിക്കാറില്ല, പക്ഷേ അദ്ദേഹം എന്തോ സംസാരം മധ്യേ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന ആളാണ്, തിരൂരുകാരനാണ്. അദ്ദേഹം ഒരു പുസ്തകത്തിൻ്റെ ഒരു കോപ്പി അല്ലെന്ന് വാങ്ങിക്കുക,
നമ്മുടെ വിഷയം വായനക്കാരാണല്ലോ, അതുകൊണ്ട് ഞാൻ പറയുക. ഞാൻ ഇടയ്ക്ക് അയാളെ ഓർക്കാറുണ്ട്. ഒരു പുസ്തകം വാങ്ങാൻ തീരുമാനിച്ചാൽ അയാൾ അതിൻ്റെ 2 കോപ്പി മേടിക്കും. എന്തിനാണെന്നറിയോ? അദ്ദേഹം ഒരു പുസ്തകം, ഇപ്പോൾ സ്പന്ദമാവിനികളെ നന്ദി, ആ പുസ്തകം വായിക്കാൻ തീരുമാനിച്ചാൽ അദ്ദേഹം ഭാര്യയുമായിട്ട് അതിൻ്റെ തീമും കാര്യങ്ങളും വളരെ വിശദമായി ചർച്ച ചെയ്യും. അങ്ങനെ വീട്ടിൽ ഒരു 2-3 ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം ആ പുസ്തകം താൻ വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. അതിനുശേഷം അവർ 2 പേരും ഒരു സിനിമയ്ക്ക് നമ്മൾ പോകത്തില്ലേ, തിയേറ്ററിൽ ഒന്നിച്ച് ഈ സിനിമ കാണാം, ഭാര്യയും ഭർത്താവിടെ, അതുപോലെയാണ് അവർ പുസ്തകം വാങ്ങുന്നത്. എന്നിട്ട് 2 പേരും ഒന്നിച്ചിരുന്ന് അതിൻ്റെ താളുകൾ ഏകദേശം ഒരേ സമയം ഇരുന്ന് വായിച്ചാണ് തീർക്കുക എന്ന് പറഞ്ഞ ഒരു വായനക്കാരൻ, തിരൂരുകാരൻ, ഒരു മെഡിക്കൽ സ്റ്റോർ നടത്തുക അയാളെ ഞാൻ ഇന്നും ഓർക്കുന്നു. അപ്പോൾ വായനയിലെ ഇത്തരം കൗതുകങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒരു ബുക്കല്ല, അതിൻ്റെ 2 ബുക്ക് വാങ്ങിച്ച് ഭാര്യയും ഭർത്താവോട് ഒന്നിച്ച് വായിക്കുന്ന ഒരു വായനക്കാരൻ. എപ്പോഴും ഓർമ്മയിൽ ഒരു കൗതുകമായിട്ട് എൻ്റെ മനസ്സിൽ അയാൾ നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ വളരെ MT വാസുദേവൻ നായരുടെ ഏറ്റവും വലിയ ആരാധകനായ ഒരു വായനക്കാരൻ എനിക്കുണ്ട് കോഴിക്കോട്ട്. അയാളുടെ പേര് അരുൺ പൊയ്യേരി എന്നാണ്. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത്, അയാൾ പണ്ട് കാലം തൊട്ടേ MTയുടെ എല്ലാ കഥകളും വായിച്ചു. ഇനി വായിക്കാൻ ഒരു കഥയില്ല. 1987 എഴുതി നിർത്തിയ കാഴ്ച എന്ന് പറയുന്ന കഥയാണ് MTയുടെ അവസാനത്തെ കഥയെന്ന് നമ്മളോരോരുത്തരും നമ്മളല്ല മറ്റുള്ളവരൊക്കെ എഴുതിയ കഥകൾ ഏറ്റവും അവസാനം എഴുതിയെന്നാണ് എന്ന് എത്ര വായനക്കാർ ഓർക്കുന്നുണ്ടെന്നറിയില്ല. പക്ഷേ 1987 97 35 കൊല്ലമായി ഏതായാലും അന്ന് എഴുതിയ കഥ കാഴ്ചയാണ് ഏറ്റവും അവസാനത്തെ കഥയെന്ന് നമ്മളൊക്കെ ഓർത്തു വയ്ക്കുന്നുണ്ട്. അതുപോലെ MTയുടെ എല്ലാ കഥകളും അദ്ദേഹം വായിച്ചു, എല്ലാ നോവലുകളും വായിച്ചു, എല്ലാ തിരക്കഥകളും വായിച്ചു. ഇനി MTയുടെ സിനിമകളും എല്ലാം കണ്ടു. എല്ലാം കാണാപ്പാടമാണ്. ഇനി വായിക്കാൻ ഒന്നുമില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഈ മനുഷ്യൻ നടക്കുകയാണ്. അവസാനം ഈ മനുഷ്യൻ തീരുമാനിക്കുന്നു, ഇനി ഞാൻ MT വൈകുന്നേരം പ്രസംഗിക്കാൻ എവിടെയെങ്കിലും പോകുന്നില്ല, അവിടെയും പോകാം. MTയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി മദ്രാസി വരെ പോയിട്ടുണ്ട് ഈ വായനക്കാരൻ. അപ്പോൾ അവിടെ ചെന്നു, അവിടെയും സംസാരിച്ചു. അവിടെയും ഇദ്ദേഹത്തെ ഫോളോ ചെയ്യും, എല്ലായിടത്തും ഫോളോ ചെയ്യും. കാര്യം ഇനി MTയിൽ നിന്ന് കിട്ടാൻ ഇനി ഒന്നുമില്ല. പക്ഷേ ആ വായനക്കാരൻ എന്നോട് പറഞ്ഞത് എന്തെന്നറിയോ? നിരന്തരമായി 10 വർഷം പിന്നാലെ നടന്നതിന് ശേഷമാണ് MT തന്നെ തിരിഞ്ഞു നോക്കി ഒന്ന് ചിരിക്കുകയെങ്കിലും ചെയ്തതെന്ന്. ഞാൻ ചോദിച്ചു, ഈ 10 വർഷവും നിങ്ങളെ നോക്കി ഒന്ന് മിണ്ടുകയോ ചിരിക്കുകയോ ചുണ്ടനക്കുകയോ ചെയ്തിട്ടില്ല? ഇല്ല. 10 വർഷം കഴിഞ്ഞ് 11ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് MT വാസുദേവൻ നായരനെ തിരിഞ്ഞു നോക്കിയിട്ട് ചുണ്ട് ചെറുതായിട്ടൊന്ന് കോട്ടിച്ചിരിച്ചതെന്ന്. അപ്പോൾ അങ്ങനെയുള്ള വളരെ കൗതുകമുള്ളൊരു വായനക്കാരനെ ഞാൻ ഓർത്തു പോയതാണ്. അതുപോലെ ഞാൻ ഇടയ്ക്ക് എൻ്റെ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ വയ്യ. അതായത് നിങ്ങൾക്കൊക്കെ അറിയാം, ഏഷ്യാനെറ്റിലെ TN ഗോപകുമാർ മരിച്ചുപോയി. TN ഗോപകുമാർ ഒരിക്കൽ ഏഷ്യാനെറ്റിലെ സഹപ്രവർത്തകരോടൊപ്പം രാത്രിയിൽ ഈ കാടും പടലും ഒക്കെ പിടിച്ചൊരു സ്ഥലത്തൂടെ പോവുമായിരുന്നു. നിങ്ങൾ വായിച്ചതായിരിക്കും, ഞാനും ഇതൊരു പുസ്തകത്തിലോ മറ്റോ വായിച്ചതാണ്. അപ്പോൾ ആരോ പറഞ്ഞു, TNG സൂക്ഷിച്ചു പോണേ, പാമ്പൊക്കെ കാണും ഇവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ TNG പറഞ്ഞത്രേ, അത് ശരിയാണ് പറഞ്ഞത്, സൂക്ഷിച്ചു പോകണം, ഒരു പാമ്പ് കാരണമാണ് ഞാൻ ജനിച്ചത് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ. P. കൃഷ്ണപിള്ള എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ പാമ്പ് കടിയേറ്റ് മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ 2ാമത് കല്യാണം കഴിച്ച സ്ത്രീയിലുള്ള മകനാണ് TNG. ആണ് അദ്ദേഹം പറഞ്ഞത്, ഒരു പാമ്പ് കാരണമാണ് ഞാൻ ജനിച്ചത് തന്നെ. ഞാൻ പറഞ്ഞത്, എനിക്ക് ശ്രീജിത്ത് എന്ന് പേരിടാനുള്ള കാരണം തന്നെ അതിവിടെ പറയേണ്ട ഒരു ഇണങ്ങിപ്പോകുന്നതാണെന്ന് തോന്നി. ആ പേരിന് തന്നെ കാരണം ഒരു മികച്ച വായനക്കാരനാണ്. എനിക്ക് ശ്രീജിത്ത് എന്ന് പേര് വരാൻ തന്നെ കാരണം എൻ്റെ പേരിൻ്റെ ആദ്യ പകുതി. ആ മികച്ച വായനക്കാരൻ ആരെന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛൻ തന്നെയായിരുന്നു. അതായത് എൻ്റെ അച്ഛൻ കൊല്ലം SN കോളേജിൽ KP അപ്പൻ്റെ വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്, KP അപ്പൻ്റെ. അപ്പം KP അപ്പൻ്റെ KP അപ്പനോടുള്ള ആരാധന കൊണ്ടാണ് എൻ്റെ അച്ഛൻ മകന് ശ്രീജിത്ത് എന്ന് പേരിട്ടതെന്ന് ഞാൻ വളർന്നു വലുതായപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു, നമ്മൾ ഈ പാല പൂത്ത് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം, പാലയുടെ മണം നമ്മുടെ മൂക്കിലേക്ക് എരച്ച് കയറുമ്പോൾ നമ്മൾ ഒരു പാലയായിട്ട് മാറുന്നത് പോലെ തോന്നും. അതുപോലെ ഞാൻ വീട്ടിൽ പറയാറുണ്ട്, KP അപ്പൻ പൂത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മണം എൻ്റെ അച്ഛൻ്റെ മൂക്കിലേക്ക് എരച്ച് കയറിയപ്പോൾ എൻ്റെ അച്ഛൻ കുറച്ചു നേരം ഒരപ്പനായി മാറിയതിൻ്റെ ഫലമാണ് അപ്പൻ്റെ മകൻ്റെ പേര് എൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ മകൻ ഇടാൻ കാരണമാണ്. അപ്പോൾ അങ്ങനെയുള്ള വായന ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അവിടെ വേറെയും സാറന്മാരുണ്ടായിരുന്നില്ല, അവരുടെ മക്കളുടെ ഒന്നും പേരിടണമെന്ന് തോന്നിയില്ലല്ലോ. KP അപ്പൻ്റെ മകൻ്റെ പേര് തന്നെ എനിക്ക് ഇടണമെന്ന് തോന്നണമെങ്കിൽ അങ്ങനെ ഒരു അതിര് കടന്ന ആരാധന വായനക്കാരന്, ശിഷ്യന്, ആ എഴുത്തുകാരനോട് തോന്നി. അതിൻ്റെ ഫലം കൂടിയായിരുന്നു അത്. അതുപോലെ പലതരത്തിലുള്ള വായനക്കാർ. ഇപ്പം ഒരു ദിവസം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലൂടെ M. കൃഷ്ണൻ നായർ സാറ് നടന്നു പോവുകയാണ് മകളുടെ കൈ പിടിച്ചുകൊണ്ട്. കുറച്ച് നടന്നപ്പോൾ ഒരു ഭിക്ഷക്കാരൻ
ഒരു ദേഹം മുഴുവൻ അഴുക്കും, വളരെ കീറിപ്പറഞ്ഞ തുണിയൊക്കെ ആയിട്ട് അയാൾ ഒരു ഏത്തക്കാട തൊലി തിന്നുകൊണ്ട് വരികയാണ്. ഇത് കൃഷ്ണൻ നായർ സാറിൻ്റെ മകൾ തന്നെ എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ ഏത്തക്കാട തൊലി തിന്നുകൊണ്ട് വരികയാണ്. അപ്പം മകളോട് കൃഷ്ണൻ നായർ സാറ് പറഞ്ഞു, ഒരു 10 രൂപ അയാൾക്ക് കൊടുത്തേക്കാം. എന്നിട്ട് ഒരു 10 രൂപ എടുത്ത് അങ്ങോട്ട് കൊടുത്തു അയാളുടെ കയ്യിൽ. ഉടനെ ഈ ഭിക്ഷക്കാരൻ തൊഴുതുകൊണ്ട്, സാഹിത്യവാരഫലം നന്നാവുന്നുണ്ട്, ഞാനത് മിക്കവാറും ലക്കങ്ങളെല്ലാം കണ്ടുപിടിച്ച് വായിക്കാറുണ്ട്, ഈയിടെയായിട്ട് വളരെ വളരെ എനിക്കിഷ്ടമാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കൗതുകമുള്ള വായനക്കാർ നമുക്കിടയിൽ ഉണ്ടല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയതാണ്. അല്ലെങ്കിൽ തൃശ്ശൂർ, നമ്മളിപ്പോൾ തൃശ്ശൂർ ടൗണിലിരിക്കുന്നു. ഒരു ദിവസം നിരൂപകനായ വി രാജകൃഷ്ണൻ തൃശ്ശൂർ ടൗണിലൂടെ ഒരു ഓട്ടോറിക്ഷയിൽ പോവുകയാണ്. നടന്ന കാര്യമാണ്. ഓട്ടോറിക്ഷയിലൂടെ പോകുമ്പോൾ ഈ ഓട്ടോ ഡ്രൈവർ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നു. കുറേ നല്ല ബ്ലോക്കും ഉണ്ട്, എന്തോ ട്രാഫിക്, അന്നെന്തോ പുലികളിയുടെ എന്തോ ഇതൊക്കെ നടക്കുകയാണ് ഓണത്തിൻ്റെ. അപ്പോൾ രാജകൃഷ്ണൻ സാറ് പറഞ്ഞു, നിങ്ങൾ നേരെ നോക്ക്, ഇങ്ങോട്ടും നോക്കി വണ്ടി ഓടിക്കാതെ. അപ്പോൾ ഈ ഓട്ടോ ഡ്രൈവർ പറഞ്ഞെന്ന്, അല്ല സാറിൻ്റെ രോഗത്തിൻ്റെ പൂക്കൾ എന്ന പുസ്തകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ചിന്തിക്കണം, മലയാള നിരൂപണത്തിൽ എസ്തെറ്റിക്സിൻ്റെ വേറൊരു നവഭാവുകത്വം കൊണ്ടുവന്ന പുസ്തകങ്ങളിലൊന്നെന്ന് എന്നെപ്പോലുള്ളവർ വിശ്വസിക്കുന്ന എഴുത്തുകാരൻ്റെ രോഗത്തിൻ്റെ പൂക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ നോക്കിപ്പോയതാണ് സാറിനെ എന്ന് ഈ കാലത്തും വി രാജകൃഷ്ണനെ പോലെ ഒരു ആളോട് പറയുന്ന ഒരു വായനക്കാരൻ, അയാളൊരു ഓട്ടോ ഡ്രൈവർ. ഞാൻ അതുപോലെ ഇത്തരം വായനക്കാരെക്കുറിച്ച് തന്നെ ഒരു ചിന്ത പലപ്പോഴും മനസ്സിലൊരു പല ഘട്ടങ്ങളായി നടന്നിട്ടുള്ളതാണെങ്കിലും അത് എല്ലാം കൂടി നമുക്കൊന്ന് ക്രോഡീകരിച്ച് വന്ന ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ നിങ്ങളൊക്കെ പോയി കാണും ബഷീറിൻ്റെ വയലാലിൽ വീട്ടിൽ. ഞാൻ ബഷീറിൻ്റെ വയലാലിൽ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു മുറി അടച്ചിട്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചത് എന്താ ഇത്? ബഷീറിൻ്റെ മകനും ഭാര്യയും ഫാബിയും എന്നോട് പറഞ്ഞു, ആ മുറി ഒരു ദിവസം രാത്രിയിൽ, എല്ലാ ദിവസവും ബഷീർ രാത്രി 10 മണിയാകുമ്പോഴേ ഈ മാംഗോസ്റ്റിൻ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് നിങ്ങൾക്കറിയാം ഗ്രാമഫോൺ പെട്ടിയും ചാരുകസേരയും തുപ്പൽ കോളാമ്പിയും, ഈ 3 സാധനമാണ് മെയിനായിട്ട് എൻ്റെ ഓർമ്മയിലുള്ളത്. വേറെ ഞാൻ ഓർക്കുന്നില്ല. ഒരു ഗ്ലാസും കാണും, ഈ സുലൈമാനി കുടിക്കുന്ന. ഈ 4 സാധനങ്ങൾ എടുത്ത് അകത്ത് കൊണ്ടുവെക്കും. 10 മണിയാവും. കാര്യം ഇനി ആരും വായനക്കാരനും വരാനില്ല. അതുവരെ ആളുകൾ വന്നുകൊണ്ടിരിക്കും. അവിടെ ഗ്രാമഫോൺ പെട്ടി, സുലൈമാനി കുടിച്ച ഗ്ലാസ്, പിന്നെ ചാരുകസേര, ഇതെല്ലാം എടുത്ത് അകത്ത് വെക്കുകയാണ് ബഷീർ. അപ്പോഴുണ്ട് രാത്രി 10 ആയപ്പോൾ രാത്രി ഗേറ്റിൽ ആരാണ്ടൊരു അനക്കം. ബഷീർ ചോദിച്ചു, ആരാണ്? അയാൾ കുഴഞ്ഞു പിടിച്ച് ഓടി വന്നിട്ട് പറയാം, ഞാൻ കണ്ണൂരിൽ നിന്ന് വരികയാണ്, ക്ഷമിക്കണം, ബസ് ഒരെണ്ണം മിസ്സായിപ്പോയി, ഇപ്പോഴേ വരാനൊത്തുള്ളൂ, ഒന്നും കഴിച്ചതുമില്ല, ഒരു വക കഴിച്ചില്ല. നേരെ ബഷീർ പിന്നെ ഒന്നും ചോദ്യമില്ല, ഉത്തരവൊന്നുമില്ല. നേരെ ഫാബിയെ വിളിച്ചിട്ട് പറയുകയാണ്, ഫാബി കട്ടൻ കാപ്പി ഓംലെറ്റ് ഉപ്പുമാവ് ഇതൊക്കെ ഇദ്ദേഹത്തിന് കൊടുക്കാനെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ കട്ടൻ കാപ്പിയും ഓംലെറ്റും ഉപ്പുമാവും എപ്പോഴും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും അവസാനത്തെ വായനക്കാരൻ 10 മണിക്ക് വന്ന് അവർക്ക് കിടക്കാൻ വേണ്ടി ഒരു മുറി ബഷീറിൻ്റെ വയലാൽ വീടിൻ്റെ മുമ്പിലുണ്ട്. ആ മുറി രാത്രി വൈകി വരുന്ന അവസാനത്തെ വായനക്കാരനുള്ള മുറിയാണെന്നാണ് ഫാബി പറഞ്ഞത്. ഇപ്പോഴും ആ മുറി അങ്ങനെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. 10 മണിക്ക് വരുന്ന, അല്ലെങ്കിൽ രാത്രി ചിലപ്പോൾ അവർക്ക് തിരിച്ചു പോകാൻ ബസ് ഉണ്ടാവില്ല, അവരവിടെ തന്നെ കിടന്നുറങ്ങിയേ നിവർത്തിയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന സാധനങ്ങളെന്നുള്ള നിലയിൽ ഈ കട്ടൻ കാപ്പിയും ഓംലെറ്റും ഇത് അവിടെ ഉപ്പുമാവും റെഡിയാക്കി വയ്ക്കാൻ ഫാബിയോട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി വായനക്കാരെക്കുറിച്ച് ചിന്തിച്ചു പോയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൗമാരകാലത്ത് ഓർക്കുന്നുണ്ട്, എത്രയോ പേര് കൊല്ലത്തേക്ക് ബസ് കയറുന്നു, അല്ലെങ്കിൽ വടകരയിൽ നിന്നോ കണ്ണൂരിൽ നിന്നോ കൊല്ലത്തേക്ക് ട്രെയിൻ കയറുന്നു. അവർ കൊല്ലത്ത് ട്രെയിൻ ഇറങ്ങുന്നു, നേരെ എങ്ങോട്ട് പോകുന്നു? അവർ നേരെ മുണ്ടയ്ക്കലേക്ക് പോകുന്നു. SN കോളേജിൽ ബസ് ഇറങ്ങുന്നു, നേരെ മുണ്ടയ്ക്കലേക്ക് പോകുന്നു. ഇപ്പോഴത്തെയോ അല്ലെങ്കിൽ പണ്ടത്തെയോ ചെറുപ്പക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ വിമർശനത്തിലെ മുണ്ടയ്ക്കൽ ശേഖരനായ KP അപ്പനെ കാണാൻ പോകുന്നു. അവരെല്ലാവർ സംഗീതം ഇഷ്ടപ്പെടുന്നവരുണ്ട്, സംഗീതവും സാഹിത്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട്. അവരവരുടെ ബോധിസത്വനെയോ കാണാൻ പോവുകയാണ്. വാക്കുകളിൽ താളം അന്വേഷിക്കുന്നവരായിരുന്നു. അവിടെ KP അപ്പൻ എന്ന് പറയുന്ന ഒരു വലിയ ഗുരുവിനെയോ വലിയ എഴുത്തുകാരനെയോ കാണാൻ വേണ്ടി അവർ പോകുന്നു. അവർ KP അപ്പനെ കാണാൻ കണ്ണൂരിൽ നിന്നോ വടകരയിൽ നിന്നോ കാഞ്ഞങ്ങാട് നിന്നോ തലേ ദിവസം രാത്രി ട്രെയിൻ കയറുന്നത് ഫേസ്ബുക്കിൽ ലൈക്ക് അടിച്ചിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഷെയർ ചെയ്ത പോസ്റ്റ് കണ്ടിട്ടോ അവരെ സ്റ്റാറ്റസ് കണ്ടിട്ടോ വൈറലായ എന്തെങ്കിലും കാര്യങ്ങൾ KP അപ്പൻ ഇട്ടത് KP അപ്പൻ്റെ പോസ്റ്റ് കണ്ടിട്ടോ ആയിരുന്നില്ല. ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് പുസ്തകങ്ങളിലൂടെ മാത്രം അവരുടെ ആചാര്യനെ അന്വേഷിച്ച് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു തൊകൽ ബാഗൊക്കെ ഇട്ട് ബുദ്ധിജീവികൾ, ഒത്തിരി വായിക്കുന്നവർ
കണ്ടമാനം ഗൗരവത്തിൽ വായന എടുക്കുന്നവർ, ഈ ഇപ്പോഴത്തെ സാമൂഹ്യ മാധ്യമങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് യഥാർത്ഥത്തിൽ പുസ്തകം വായിച്ച് പോയിരുന്നവർ, അങ്ങനെ ഒരു ദൈക്ഷണിക ജീവിതം കൊല്ലത്തിനുണ്ടായിരുന്നു. ഞാനൊരു കൊല്ലത്തുകാരനായതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വായനക്കാർ സങ്കല്പത്തിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പണ്ടൊക്കെ അതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താം, വീട് പണിയുമ്പോൾ ഒരു പടിപ്പുരയും കൂടെ പണിയും. എന്തിനാണ് ആ പടിപ്പുര പണിയുന്നത്? ഏതോ നാട്ടിൽ നിന്ന് വരുന്നവർ, ഏതോ കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടവർ, അവർക്ക് രാത്രി ഒന്ന് കിടക്കണമെന്ന് തോന്നുമ്പോൾ അവർക്ക് കിടക്കാൻ വേണ്ടിയാണ് നമ്മൾ പടിപ്പുര നിർമ്മിച്ചിട്ടിരുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പുസ്തകത്തിൻ്റെ പടിപ്പുരയിലും അങ്ങനെ അജ്ഞാതനായൊരു വായനക്കാരൻ വന്ന് രാപാർക്കുന്ന ഒരു ദിവസമാണ്, ആ ഒരു മുഹൂർത്തമാണ് എനിക്കിഷ്ടം. അല്ലാതെ എൻ്റെ വീടറിയാം, എൻ്റെ മാതാപിതാക്കളെ അറിയാം, എൻ്റെ കുടുംബാംഗങ്ങളെ അറിയാം എന്ന് പറഞ്ഞ് എന്നെ അറിയുന്ന, എൻ്റെ ജീവിതവും വീട് പരിസരവും അറിയുന്ന വായനക്കാരെക്കാൾ ഈ പടിപ്പുരയിൽ വന്ന് വീടിൻ്റെ പണ്ടത്തെ കാലത്ത് താമസമാക്കുന്ന അജ്ഞാതരായ ദൂരദേശത്ത് നിന്ന് വരുന്ന വായനക്കാരെ പോലുള്ള എന്നെ നേരിട്ടറിയാത്ത വായനക്കാരെയാണ് എനിക്കിഷ്ടം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചതിന് നന്ദി, നമസ്കാരം. വാക്കിൻ്റെ വഴികളെ പിന്തുടർന്നെത്തുന്ന അജ്ഞാതരായ വിചിത്ര സ്വഭാവികളായ വായനക്കാരെ സങ്കല്പിച്ചുകൊണ്ടും മലയാള സാഹിത്യത്തിലെ ഭാഷയുടെ നർത്തനങ്ങൾ സങ്കല്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ആധുനികതാവാദത്തിൻ്റെ സമയം മലയാള ഭാഷയെ നവീകരിച്ച KP അപ്പനെ പോലെ, V രാജകൃഷ്ണനെ പോലെയുള്ള നിരൂപകരെയെല്ലാം ഉദ്ധരിച്ചുകൊണ്ടാണ് ശ്രീജിത്ത് വായനയുടെ ഒരു സാങ്കല്പിക ലോകത്തെ ഇവിടെ അവതരിപ്പിച്ചത്. നമുക്ക് 11:25 വരെയാണ് നമ്മുടെ ഈ സെഷൻ ഉള്ളത്. നമുക്ക് അടുത്തതായിട്ട് എഴുത്തിൽ ഒരു ഡോക്യു ഫിക്ഷൻ കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ വായനക്കാരെ സംബന്ധിച്ചാണ് ഹരിത നേരത്തെ സംസാരിച്ചത്. ഒരു വിവർത്തക എന്നുള്ള രീതിയിൽ ഏത് തരത്തിലുള്ള വായനക്കാരാണ് സങ്കല്പത്തിലുള്ളത് എന്നുകൂടി അറിയാൻ താല്പര്യമുണ്ട്. ഹരിത. വിവർത്തനം ഞാനൊരു ജോലി പോലെയാണ് ഞാൻ കരുതുന്നത്. എഴുത്തൊന്നും ക്രിയേറ്റീവ് റൈറ്റിംഗ് ഒന്നും ചെയ്യാത്ത സമയത്ത് വെറുതെ ഇരിക്കേണ്ട, ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിവർത്തനം ചെയ്യുന്നു എന്ന് മാത്രം. പക്ഷേ അത് ചെയ്യുന്ന സമയത്ത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണത് ചെയ്യുന്നത്. അത് തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങളും ഞാൻ വളരെ സൂക്ഷിച്ചാണ് തിരഞ്ഞെടുക്കുന്നത്. എനിക്ക് താല്പര്യമുള്ള ചില മേഖലകളുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങൾ മാത്രമേ ഞാൻ തിരഞ്ഞെടുക്കാറുള്ളൂ. എനിക്കതൊരു ജോലിയാണെങ്കിൽ പോലും ആ ചെയ്യുന്നത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. എന്നുവെച്ചാൽ വിവർത്തനങ്ങൾ വായിച്ചു വളർന്ന ഒരു കുട്ടിയാണ് ഞാൻ. വിവർത്തനങ്ങൾ എൻ്റെ പേരൻസ് ടീച്ചേഴ്സായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അവർ സ്കൂളിലെ ലൈബ്രറിയിൽ നിന്ന് എനിക്ക് പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വരും. അടുത്തുള്ള നമ്മുടെ ഗ്രാമത്തിലൊരു ലൈബ്രറി ഉണ്ട്, അവിടെ നിന്ന് പുസ്തകങ്ങൾ എടുത്ത് കൊണ്ടുവന്ന് തരും. പിന്നെ ഞാൻ ഇവരുടെ കൂടെ പോയി ഞാൻ ചൂസ് ചെയ്യും. ഇപ്പോഴൊക്കെ ആ സമയത്തൊക്കെ വിവർത്തനങ്ങൾ വായിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഈ അധ്യാപക ദമ്പതികളുടെ മകളായി ജീവിച്ചുകൊണ്ട് തന്നെ ഇവർ വളരെ സ്ട്രിക്റ്റായിരുന്നു. എന്നെ പുറത്തങ്ങനെ അധികം വിടില്ല, കൂട്ടുകാരുമായിട്ട് കളിച്ച് നടക്കാനൊന്നും സമ്മതിക്കില്ല. ആകെ അവരനുവദിച്ചിരുന്ന ഒരേ ഒരു കാര്യം പുസ്തകങ്ങൾ വായിക്കാനാണ്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടി എന്നുള്ള രീതിയിൽ എനിക്ക് സോഷ്യൽ സ്കിൽസ് വളരെ കുറവായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ചുറ്റുമുള്ള എൻ്റെ കൂടെയുള്ള കുട്ടികൾ എങ്ങനെയാണ് പെരുമാറുന്നതെന്നതിനെക്കുറിച്ച് എനിക്ക് അധികം ബോധമുണ്ടായിരുന്നില്ല. തൊട്ടടുത്ത സ്കൂളിലാണ്, അവിടെയാണ് അച്ഛനും അമ്മയും പഠിപ്പിക്കുന്നത്. രാവിലെ ബെല്ലടിക്കുമ്പോൾ ഓടിപ്പോകാനുള്ള ദൂരമേ ഉള്ളൂ. അങ്ങനെ ഓടിപ്പോവും, ഉച്ചയ്ക്ക് തിരിച്ച് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കും. അങ്ങനെ ഇൻട്രാക്ഷൻ എനിക്ക് വളരെ കുറവായിരുന്നു. പക്ഷേ ഞാൻ കൂടുതൽ സമയം ഞാൻ പുസ്തകങ്ങളിലാണ് ചിലവഴിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് പുസ്തകങ്ങളിലെ ഒരു ലോകത്തിലായിപ്പോയ ഒരു കുട്ടിയാണ് ഞാൻ. വിദൂരമായ ഏതൊക്കെയോ ദേശങ്ങളിലെ കുട്ടികളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ, ആ നാടുകൾ, സ്റ്റെപ്പികൾ, അവിടെയുള്ള മേഘങ്ങൾ, അവിടെയുള്ള ജീവിതങ്ങൾ, അവിടെയുള്ള മൃഗങ്ങൾ, അവിടുത്തെ കാലാവസ്ഥ, അവിടെയുള്ള സംസ്കാരം, അവിടെ സമൂഹം, അവിടെയുള്ള മനുഷ്യരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, ഇത്തരം ഒരു സാങ്കല്പിക ലോകവും എൻ്റെ റിയൽ ലൈഫും കൂടെ എനിക്ക് വേർതിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരുന്നു ചെറിയ പ്രായത്തിൽ. പല സമയത്തും ഞാൻ റിയാക്ട് ചെയ്യുന്നത് ചില സന്ദർഭങ്ങളിൽ കൂട്ടുകാരുമായുള്ള ചില
ഇൻട്രാക്ഷൻ്റെ സമയത്തും ക്ലാസ്സിലും ഒക്കെ ഞാൻ ചില കാര്യങ്ങളിൽ എൻ്റെ മറുപടികൾ, എൻ്റെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ എൻ്റെ നിലപാടുകൾ ഇവയൊക്കെ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നന്നായോ എന്ന് ചോദിച്ചാൽ ആ സമയത്തൊരു കുട്ടി എന്നുള്ള രീതിയിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ അതെത്ര വിശാലമായിട്ടുണ്ടോ അത് അന്ന് വായിച്ചിട്ടുള്ള ആ ട്രാൻസ്ലേഷൻസാണ് എന്നെ എവിടെ പോയാലും, ഈ ലോകത്തെവിടെ പോയാലും എനിക്ക് അപരിചിതത്വമില്ലാതെ ജീവിക്കാൻ. എൻ്റെ ജീവിത പങ്കാളി ഒരു വിദേശിയാണ്. അദ്ദേഹത്തോട് ജീവിതം തുടങ്ങിയപ്പോഴും എനിക്ക് യാതൊരു അപരിചിതത്വവും തോന്നിയില്ല. പക്ഷെ അന്ന് ഞാൻ വായിച്ച, അല്ലെങ്കിൽ അന്ന് ആ പുസ്തകങ്ങൾ, ആ ട്രാൻസ്ലേഷൻസ് രൂപപ്പെടുത്തിയ ആ ഒരു കുട്ടി, ആ ഒരു വായനക്കാരിക്ക് ജീവിതത്തിൽ ആ പുസ്തകങ്ങൾ എത്രമാത്രം സ്വാധീനം ചെലുത്തിയെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ട്രാൻസ്ലേഷൻസ് വളരെ സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തർജ്ജിമകൾ വായിക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് വായനക്കാരുണ്ട് എനിക്ക് ചുറ്റും. ഞാൻ എഴുതിയ പുസ്തകങ്ങൾ, ഞാൻ ട്രാൻസ്ലേഷൻസ് ചെയ്തിട്ടുള്ള, അതായത് ഒരു ഉദാഹരണം, വ്രണിത പലായനങ്ങൾ, അതായത് സിറിയയിലേക്ക് ടർക്കി വഴി നുഴഞ്ഞു കയറുന്ന അലവി വിഭാഗത്തിൽപ്പെട്ട ഒരു സാമൂഹ്യ പ്രവർത്തക. അവരവിടെ സിറിയക്കാരിയാണ്. അവരവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഫ്രാൻസിൽ പോയി താമസിക്കുകയാണ്. അവരുടെ അനുഭവങ്ങൾ പറയുന്ന ഒരു പുസ്തകം. ഇതിനെക്കുറിച്ചൊക്കെ വായനക്കാർ വളരെ താല്പര്യത്തോടെ, സീരിയസ് റീഡേഴ്സാണ് ഇതൊക്കെ വായിക്കുന്നത്, എന്നോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ വിവർത്തനം ഇഷ്ടപ്പെടുന്ന ചില മനുഷ്യരെയൊക്കെ സന്തോഷിപ്പിക്കാനും സംതൃപ്തരാക്കാനും എനിക്ക് കഴിയുന്നുണ്ട്. എന്നാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വിവർത്തന കൃതികളിലൂടെ മനുഷ്യരെ വായിച്ചെടുക്കുക എന്നുള്ള അഗാധമായിട്ടുള്ളൊരു അനുഭവം കൂടിയാണ് ഇവിടെ പങ്കുവച്ചത്. നമ്മുടെ സങ്കല്പത്തിലെ വായനക്കാരെ കുറിച്ചാണ് ഈ ചർച്ച എങ്കിലും ആരായിരിക്കണം ഈ വായനക്കാർ എന്നുള്ളതിന് തീർച്ചയായിട്ടും സോണിയയ്ക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. സോണിയ. സങ്കല്പത്തിലെ വായനക്കാർ ഞാൻ ഇങ്ങനെ ആലോചിക്കുക, ഞാൻ എഴുത്തുകാരി എന്നുള്ളതിനേക്കാളും ഞാൻ ഒരു വായനക്കാരി എന്ന് പറയാനാണ് ഇഷ്ടം. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമ്മുടെ ഗസ്റ്റ് ലോഞ്ചിൽ ടിബറ്റൻ പോയിട്ട് നമ്മൾ സ്നോ ലോട്ടസിലൊരു കവിത ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, റെഫ്യൂജി എന്ന് പറയുന്ന കവിത. അദ്ദേഹം രഞ്ജന ഇവിടെ ഗസ്റ്റ് ലോഞ്ചിലുണ്ട്. അദ്ദേഹത്തെ കണ്ടപടി രേണുവിനറിയാം. ഞാനങ്ങ് വല്ലാതെ എക്സൈറ്റഡായി. ഞാൻ വായിച്ച കോറയെക്കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞു, സെഷൻ എന്തായാലും വരും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ നമ്മളതിൽ നിന്ന് എന്താ പറയുന്നത്, ചെറുപ്പത്തിൽ ഞാൻ ബഷീറിൻ്റെ കാര്യം ശ്രീജിത്ത് പറയുണ്ടായി, ഭയങ്കര ആരാധികയായിരുന്നു ചെറിയ പ്രായത്തിൽ. അപ്പം ഒരു തവണ നമ്മുടെ ഒരു വായനക്കാരൻ ഒരു കത്തെഴുതി. ഞാൻ ഇന്ത്യൻ റെയിൻബോയിൽ നമ്മുടെ ജയഭാരതി ഹോട്ടലിലെ തലശ്ശേരി ഹോട്ടലിലെ ഹലുവയുടെ കാര്യം പറഞ്ഞു. അപ്പം നേന്ത്രപ്പഴ ഹലുവ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ദൂരെ വണ്ടിയൊക്കെ കയറി, എനിക്ക് തോന്നുന്നു ആൾ സൗത്ത് കേരളയിൽ എവിടെയോ ജയഭാരതി ഹോട്ടലിൽ പോയി നേന്ത്രപ്പഴത്തിൻ്റെ ഹലുവ വാങ്ങി. അപ്പം ഞാനങ്ങ് വല്ലാതെ സന്തോഷിക്കുക. ഇതെല്ലാം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള, നമ്മൾ പുസ്തകത്തിൽ രുചിയെക്കുറിച്ച് എഴുതുമ്പം നമ്മുടെ വായനക്കാരത് തേടി കണ്ടുപിടിക്കണം. ഇതൊക്കെ ആ നിഗൂഢമായ മനുഷ്യൻ്റെ ഓരോരോ ആഗ്രഹങ്ങൾ. അത് ചെറുപ്പത്തിൽ ഒരു ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് 7-8 വയസ്സുള്ളപ്പോൾ ഞാനൊരു വല്ലാതെ ഒന്നും അങ്ങനെ ഭക്ഷണം കഴിക്കില്ലാഞ്ഞിട്ടാണോ അറിയില്ല, വല്ലാതെ എലുമ്പീന്ന് ഇങ്ങനെ പേര് കേട്ട്, കുറേ മുടിയൊക്കെ ഉള്ളത് കൊണ്ട് വലിയൊരു തലയും അസ്ഥികൂടം, അങ്ങനെ പല അന്നത്തെ കാലത്ത് ഈ ബോഡി ഷേമിംഗ് ഒക്കെ അതിനെപ്പറ്റി ധാരണയൊന്നും ഇല്ലാഞ്ഞ് നല്ല പേരൊക്കെ ഇട്ട് വിളിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. അപ്പോൾ എന്ത് തന്നാലും കഴിക്കാത്തൊരു കാലമാണ്. അപ്പം നമ്മുടെ പാത്തുമ്മയുടെ ആടിലല്ലേ അബ്ദുറഹ്മാൻ ബഷീറിൻ്റെ അനിയൻ ഈ കട്ടിൻ്റെ അടിയിൽ ഒളിച്ചിരുന്നിട്ട് നെയ്യ്, ഒരു കുഴിയൻ വിഞ്ഞാണത്തിൽ നെയ്ക്കകത്ത് പഞ്ചസാര ഇട്ട് അതിങ്ങനെ കഴിക്കുന്ന, അപ്പോഴാണ് നമുക്കൊരു സാധ്യത തെളിയുന്നത്. നെയ്യ് എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്, പക്ഷെ നെയ്ക്കകത്ത് പഞ്ചസാര, അതും തരിപ്പഞ്ചസാര തന്നെ ഇട്ടാൽ അതിലൊരു സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ നെയ്യ് കുഴിയൻ പിഞ്ഞാണോ എടുക്കുന്നു, അതുപോലെ തന്നെയുള്ള നെയ്ക്കകത്ത് പഞ്ചസാര ഇടുന്നു. അങ്ങനെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു തടിച്ചുരുണ്ടൊക്കെ വരുന്നുണ്ട്. അതായത് ആ എസക്കിയലിൻ്റെ പുസ്തകത്തിലുള്ള അസ്ഥികളിൽ മാംസം വന്ന് മൂടുന്നു എന്നുള്ള താളത്തിൽ വായിച്ചാൽ ഓക്കെ. അപ്പം എൻ്റെ അപ്പച്ചന് വലിയ സന്തോഷമായി. ഓ, നമ്മുടെ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം കാണുന്നുണ്ട്. അമ്മ പറഞ്ഞു അതിന് അവളെ എവിടെ കുടിച്ചു, ഇത് ബഷീർ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യും. അങ്ങനെ അതാണ് ആ വായനയിൽ നിന്ന് ആ രുചികളും ഗന്ധങ്ങളും ഒക്കെ നമ്മുടെ വായനക്കാരങ്ങനെ പറയുമ്പോൾ ഒരുപാട് സന്തോഷം വരാറുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ ആ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ പലതരം വായനക്കാരെ കിട്ടിയിട്ടുണ്ട്. കൽപ്പറ്റയിൽ ഒരു വീട്ടിൽ ഒരു വായനക്കാരി സ്നോ ലോട്ടസ് എന്ന് പേരിട്ടു.
എന്നിട്ട് എന്നോട് പറഞ്ഞു അവരിടയ്ക്ക് എന്നെ വിളിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനസ്സിന് ടെൻഷൻ വരുമ്പോൾ ഞാൻ അതിൽ നിന്ന് ഓരോ ഭാഗങ്ങളെടുത്ത് വായിക്കും. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഒരാൾ ഇപ്പം കോഴിക്കോട് ഒരു പെയിൻറ്റിങ് എക്സിബിഷൻ നടക്കുന്നുണ്ട്. അതിനകത്ത് സ്നോ ലോട്ടസിൻ്റെ ശമ്പാല നമ്മൾ ആ മിത്തെടുത്തിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. ടിബറ്റൻ മിത്തുകൾ കുറേ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം മിത്തെടുത്തിട്ട് ആ കഥ, പക്ഷെ അദ്ദേഹം ആ ശമ്പാല വരച്ചു. എന്നോട് ചോദിച്ചു, ഇതിനകത്തൊരു ഹെലികോപ്റ്ററിൻ്റെ പടം കാണുന്നുണ്ടോ? ഞാൻ പറഞ്ഞു കാണുന്നില്ല. എന്നാൽ ഞാനത് വരച്ചിട്ടില്ല, അത് കാണാം, പ്രദർശനം അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ എന്താ ചിലർ ടിബറ്റിലേക്ക് യാത്ര പോകുന്നുണ്ട്. എപ്പോഴും ഉള്ള ഒരു ആഗ്രഹമായിരുന്നു. ഈ മൗണ്ടനിയറിങ്ങിനെ പറ്റി ഒരുപാട് പഠിച്ചിട്ടാണ് ആ നോവൽ ചെയ്തത്. അതായത് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ബെസ്റ്റ് മൗണ്ടനിയേഴ്സ്, അവരോടൊക്കെ സംസാരിച്ച് അവിടെ മൗണ്ടനിയറിങ് ക്യാമ്പിൽ പഹൽഗാമിൽ പോയി അവിടെ താമസിച്ചു. പക്ഷേ മൗണ്ടനിയേഴ്സ് ആരെങ്കിലും ഇത് വായിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ തവണ തിരുവല്ലയിൽ ബുക്ക് ടോക്കിന് പോയപ്പോൾ ഒരു മൗണ്ടനിയർ വന്നു. അദ്ദേഹം സമ്മിറ്റ് ഫീവറിനെ കുറിച്ച് പറയുന്നു, മൗണ്ടനിയറിലെ നമ്മൾ ഇതിനകത്ത് എഴുതിയ പല ക്യാരക്ടേഴ്സിനെ പറ്റി പറയുന്നു. അങ്ങനെ അതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യം. അതുപോലെ തന്നെ വ്യത്യസ്തരായ വായനക്കാരെ പറയും. നമ്മുടെ ഒരു മലബാറിൽ, അതായത് എൻ്റെ വില്ലേജിൽ, കോളയാട് എന്ന് പറയുന്ന വില്ലേജിൽ ഒരു തവണ നമ്മുടെ ബുക്കിനെ കുറിച്ചും പിന്നെ വെറുതെ ഒരു ചർച്ച നടന്നപ്പം 2 ടീച്ചർമാർ അവരിങ്ങനെ ലേറ്റായിട്ട് സ്കൂളിൽ നിന്ന് പെർമിഷനൊക്കെ എടുത്തിട്ട് വന്നു, ബൈക്കൊക്കെ ഓടിച്ച്. അവർ ആ ടീച്ചർമാർ എന്നോട് പറഞ്ഞു, ടീച്ചർ സ്നോ ലോട്ടസ് വായിച്ചിട്ട് കഥ പറഞ്ഞു കൊടുക്കും കുട്ടിയൊക്കെ. അപ്പോൾ ചെറിയ 7ാം ക്ലാസ്സിലെ കുട്ടികളാണ്. കുട്ടികളൊക്കെ ഒരു കുട്ടിയുണ്ട് എഴുന്നേറ്റ് നിന്നിട്ടേ കഥ കേൾക്കുള്ളൂ, അത്ര ഇൻട്രസ്റ്റ്. അപ്പം ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ടീച്ചർ കരയാൻ തുടങ്ങി. അപ്പോൾ കുട്ടികളും എല്ലാവരും കരയുക. അപ്പം കുട്ടി ലാസ്റ്റ് ആ ഭാഗം വന്നപ്പോഴത്തേക്കും അപ്പം കുട്ടി ടീച്ചറോട് പറയുകയാണ്, ടീച്ചറെ നിങ്ങൾ കരയല്ല, അത് ഓരിക്കാടെ പോയിട്ട് എന്തെല്ലൊക്കെ ചെയ്യാനുണ്ട്, അങ്ങനെ അങ്ങോട്ട് പോവാതെ പറ്റുമോ? അപ്പോൾ ടീച്ചർ ആ കഥയൊക്കെ പറയും. ഇതൊക്കെ എന്താ പറയുന്നൊരു അങ്ങനെയുള്ള റീഡേഴ്സ് പല രീതിയിൽ സീരിയസ് ആയിട്ട് വായിക്കുന്നവരും ലൈറ്റായിട്ട് വായിക്കുന്നവരും, അതൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് തമാശയുള്ള അനുഭവങ്ങളായിരിക്കും. എന്നാലും ഐ തോട്ട് ഐ വിൽ ഷെയർ വിത്ത് യു. താങ്ക് യു. അത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ ഞാൻ വായനക്കാരി എന്നുള്ള രീതിയിൽ ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ബാംഗ്ലൂരിൽ ബ്ലോസം എന്ന് പറഞ്ഞൊരു പുസ്തകക്കടയുണ്ട്. എത്രയോ പുസ്തകങ്ങൾ ഞങ്ങളിപ്പം, ഞാനും എൻ്റെ മോളും, ഞങ്ങൾ 2 പേരും, എത്ര മിനിറ്റ് ഉണ്ട്? 2 മിനിറ്റ് ഓക്കെ. ഞങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞങ്ങൾ കുറച്ച് ചർച്ച് സ്ട്രീറ്റിൽ മുഴുവൻ ഈ ഷൂസിൻ്റെ കടകളാണ്. അപ്പോൾ ചെരുപ്പുകൾ വാങ്ങാനൊക്കെയാണ് പോവുക. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നേരെ ബുക്ക് സ്റ്റോളിൽ ഈ ബ്ലോസം 3 നിലയുള്ള സെക്കൻഡ് ഹാൻഡ് ബുക്സിൻ്റെ, എനിക്ക് തോന്നുന്നു ഏഷ്യയിലെ ഏറ്റവും വലിയ കടയാണ്. ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുണ്ട് അവിടെ. ചെറിയ പൈസ കിട്ടും, 70 രൂപയ്ക്ക് 50 രൂപയ്ക്ക്. അപ്പോൾ ഈ നമുക്ക് രസമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൊക്കെ ഓരോ വായനക്കാരെഴുതിയ കുറിപ്പുകൾ, എത്രയോ പഴയ, ചിലതൊക്കെ എത്രയോ പഴയ പുസ്തകങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ അവിടെയുള്ള റീഡേഴ്സ് എല്ലാം ഈ ചർച്ച് സ്ട്രീറ്റിൽ ഭയങ്കര എരമ്പലാണ്. അവിടുത്തെ യങ്സ്റ്റേഴ്സ് മുഴുവൻ അവിടെയുണ്ട്, ഏറ്റവും നല്ല ഡ്രസ്സുകളും അങ്ങനെ. പക്ഷേ ആ പുസ്തക കടയ്ക്ക് ബ്ലോസത്തിൻ്റെ അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് ഒരു തേനീച്ചയുടെ മുരളൽ മാതിരി ഈ മന്ത്രണം മാത്രം, അതിനകത്ത് ഈ വായനക്കാരെല്ലാം കൂടി ഒരു തേനീച്ചക്കൂട് മാതിരി ഒരു ഗ്രൂപ്പായി മാറുക. എനിക്ക് തോന്നുന്നു ഈ ലോകത്തിലെ വായനക്കാരെ മുഴുവൻ ബന്ധിപ്പിക്കുന്ന ഈ എന്തോ ഒരു ജനിതക നൂലെന്നൊക്കെ പറയുന്നത് പോലെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഇവിടെ ഇരുന്നു. ഞാൻ മായി ഗൗഡയോട് സംസാരിച്ചു ചർച്ച് സ്ട്രീറ്റിന്. അപ്പോൾ എങ്ങനെയാണ് തുടങ്ങിയതെന്ന് പറഞ്ഞപ്പോൾ ഈ ബൈ ഹാൻഡായിട്ട് പുസ്തകം കൊണ്ട് നടന്നതും പൈസ ഇല്ലാത്തത് കൊണ്ട് പുസ്തകം കൊണ്ട് നടന്ന് വിറ്റ കഥയൊക്കെ അദ്ദേഹം പറഞ്ഞു. ചെറുപ്പക്കാരനാണ് കേട്ടോ. അപ്പം അച്ഛനോട് പറഞ്ഞു എൻജിനീയറിങ്ങിന് ചേർന്നു, പക്ഷേ ഫാദറിൻ്റെ അടുത്ത് പെട്ടെന്ന് പൈസ ഇല്ല. അപ്പം നന്നത്ര ദുട്ടില്ല എന്നൊക്കെ പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ പുസ്തകങ്ങൾ കൊണ്ട് തലച്ചുമടായി കൊണ്ട് നടന്ന് വിറ്റത്, പിന്നെ ഇപ്പോൾ ഈ വലിയ പുസ്തകക്കടയിലോട്ട് പോയത്. അപ്പം ഞാനിങ്ങനെ പുള്ളിയോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ നമ്മളൊരു ടിപ്പ് കൊടുത്തത്, അതിലിഷ്ടം പോലെ പടങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്. റീഡേഴ്സ് തന്നെ അവിടെ ഇരുന്ന് ഇങ്ങനെ ബുക്കിൻ്റെ വോളിലൊക്കെ. അപ്പം ഞാനിങ്ങനെ ഈ ബുക്കിൻ്റെ സ്റ്റെപ്പിൻ്റെ ഇടയ്ക്ക് ഈ ബുക്ക് സ്പൈനുകളുടെ പടം വരച്ച് കഴിച്ചാൽ നല്ലതായിരിക്കും, ഇങ്ങനെ ഒരു ടിപ്പ് കൊടുത്തു. അപ്പോൾ പുള്ളി അത് വരച്ച് വെക്കാമെന്നൊക്കെ പറഞ്ഞു. ഓരോ സ്റ്റെപ്പിൻ്റെ ഇടയിൽ ഇങ്ങനെ ബുക്ക് സ്പൈൻ. അപ്പം എൻ്റെ മോളിങ്ങനെ ചോദിച്ചു, ബുക്കിന് സ്പൈൻ എന്ന് പറയുന്നത് എന്താ? ബുക്കിൻ്റെ സ്പൈൻ അത് ബാക്ക് ബോൺ ഓഫ് ദ ബുക്ക്. ഞാൻ പറഞ്ഞു, ഈ ലോകത്തിൽ എവിടെയൊക്കെ മനുഷ്യർ നടുനിവർത്തി എഴുന്നേറ്റ് നിന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ പുസ്തകത്തിൻ്റെയും വായനയുടെയും സപ്പോർട്ടുണ്ട്. അപ്പം ഞാൻ ഇത്രയൊക്കെ പറയാനുള്ളൂ. എനിക്ക് തോന്നുന്നു അടുത്ത സമയം കുറയും. വായനയിലൂടെ രൂപപ്പെടുന്ന ഒരു മനുഷ്യാന്തസ്സിൻ്റെ തലം കൂടിയാണ് സോണിയ ഇവിടെ പങ്കുവച്ചത്. നമ്മുടെ സമയം ഏകദേശം അവസാനിക്കാറായി. അതിനു മുൻപായിട്ട് ഇവിടെ തീരെ ചർച്ച ചെയ്യപ്പെടാത്തൊരു കാര്യം കൂടിയാണ്, ബാലസാഹിത്യത്തെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം പലപ്പോഴും ബാലഭാവനകളുടെ ലോകം അവർക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി മാത്രം എഴുതപ്പെടുന്നതല്ല. പല ബാലസാഹിത്യ കൃതികളും കുട്ടികൾക്ക് വേണ്ടിയല്ല എഴുതപ്പെടുന്നതെന്ന് പോലും പലപ്പോഴും തോന്നാറുണ്ട്. ബാലസാഹിത്യത്തിൻ്റെ ഒരു വായനയുടെ തലം കൂടി നമുക്ക് കേൾക്കണം എന്നുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ശ്രീജിത്ത് അതിനെക്കുറിച്ച് സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
അല്ല, അത് ഈ ബാലസാഹിത്യത്തെക്കുറിച്ച് ഉള്ള ഒരു ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ ബാലസാഹിത്യം വായിക്കാത്ത ഒരാളായിരുന്നു. അതാണ് അതിൻ്റെ വേറൊരു കൗതുകം. വളരെ ഗൗരവത്തിലുള്ള പുസ്തകങ്ങളും അതിൽ വളരെ വളരെ ഗൗരവപരമായ പുസ്തകങ്ങൾ വായിച്ചാണ് ഞാൻ എൻ്റെ കോളേജിൽ പോലും പോയിട്ടുള്ളത്. പക്ഷേ കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്കത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഷിതയെ വല്ലാതെ പിന്തുടരുന്ന ഒരു വായനക്കാരനും കൂടിയായിരുന്നു ഞാൻ. അപ്പോൾ അഷിത വയ്യാതായൊക്കെ കിടക്കുന്ന സമയത്തിന് കുറച്ച് മുമ്പ് എന്നോട് പറഞ്ഞു, ഒരു ദിവസം ഗുരു എന്നോട് ചോദിച്ചു, ശ്രീജിത്തെ, ഗുരു എന്ന് പറഞ്ഞാൽ നിത്യചൈതന്യ, നീ പലതും എഴുതി, പക്ഷേ നീ കുട്ടികൾക്ക് വേണ്ടി ഒന്നും എഴുതിയില്ല. നീ എന്തെല്ലാം ചെയ്തു, അത് ചെയ്തു, ആ കഥ എഴുതുന്നു, ഈ കഥ എഴുതി. ആ ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ കടന്നതുകൊണ്ടാണ് താൻ പിന്നീട് കുട്ടികളുടെ ഭാഗവതവും കുട്ടികളുടെ രാമായണവും ഒക്കെ പുനരാഖ്യാനം ചെയ്യുന്നതിലേക്ക് വന്നത് എന്ന് ഞാൻ വളരെ ബഹുമാനത്തോടെ കണ്ടിരുന്നൊരു സ്ത്രീയാണ് അഷിത. മറ്റു പല കാരണങ്ങളാൽ, എഴുത്തുകാരി എന്നുള്ളത് മാത്രമല്ല. അപ്പോൾ ഏതായാലും ശരി, അത് നമ്മുടെ പ്രായം അതാണല്ലോ. അന്ന് ഞാൻ കോളേജിൽ പഠിക്കുകയാണ്. അപ്പം എനിക്ക് പിന്നെ അത് മനസ്സിൽ കിടന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു, ഈ കുട്ടികൾക്ക് വേണ്ടി ഞാൻ മറ്റു പലതും ചെയ്തു എന്നല്ല അതിന് അവകാശം, കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന ഗുരു പറഞ്ഞു എന്ന് ആ ഒരു ഇതിൽ നിന്നാണ് ഞാനും കുട്ടികൾക്ക് വേണ്ടി എഴുതണം എന്ന് തീരുമാനിച്ചത്. പക്ഷേ എഴുതാനിരുന്നപ്പോഴും മറ്റു പല പുസ്തകങ്ങൾ വായിക്കുമ്പോഴും എനിക്ക് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ, ഇപ്പോൾ ചിലർ ഈയിടെയും എൻ്റെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട മലയാളത്തിലൊരു കവി പറഞ്ഞു, നിങ്ങളീ പറയുന്നത് പോലെ ഈ സുമംഗലയും സിപ്പി പള്ളിപ്പുറവും അല്ലെങ്കിൽ കുഞ്ഞുണ്ണി മാഷും ഒന്നും എഴുതുന്നതല്ല ബാലസാഹിത്യം. അയാളുടെ അഭിപ്രായം പറയുകയാണ്. ഇവിടെ അതിനൊരു ഡിബേറ്റിന് പറഞ്ഞതല്ല. ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കരമായിട്ട് മാറിപ്പോയി അതിൽ നിന്നൊക്കെ നിങ്ങൾ മാറണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ എഴുത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ, ഞാൻ വളർന്നതും ജീവിച്ചതുമായ ഒരു കുഴൽക്കണ്ണാടിയാണെങ്കിൽ കുഴൽക്കണ്ണാടി, അതിലൂടെ എനിക്കതിനെ നോക്കിക്കാണാൻ നോക്കൂ. സ്വാഭാവികമായും ഞാൻ ബാലസാഹിത്യത്തെക്കുറിച്ച് എഴുതുമ്പോൾ എൻ്റെ കുടുംബവും എൻ്റെ നാടും അവിടുത്തെ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടും അത് എനിക്ക് തന്നിട്ട് പോകുന്ന ഒരു പാരമ്പര്യവും പൈതൃകവും സംസ്കാരവും ഞാൻ കേട്ട കഥകളും അതൊക്കെ അതിനകത്ത് ഉൾപ്പെടും. അല്ലാതെ പുതിയ കുട്ടികളെ കണ്ടുകൊണ്ട് എഴുതുന്ന ഒരു തരം ബാലസാഹിത്യത്തിലേക്ക് അല്ല എൻ്റെ ചിന്തയെ ഞാൻ സംക്രമിപ്പിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി ഇത്രയും പറഞ്ഞെന്ന് മാത്രം. കാര്യം, ആ നാട്ടിലെ ഉത്സവങ്ങൾ, അവിടെ ഉത്സവം, ഇന്ന് കുട്ടികൾക്ക് ഉത്സവം ആവശ്യമുണ്ടോ? ഇത് കുട്ടികൾ ഉത്സവം ഇല്ലെങ്കിൽ പിള്ളേർ വളരത്തില്ലയോ? അതിന് വേറെ നല്ല വൈറ്റമിൻസ് മേടിച്ച് കൊടുത്താൽ മതി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അത് വേറൊരു വഴിക്ക് നിൽക്കുന്നു. പക്ഷേ എൻ്റെ അതൊരു തോട്ട് പ്രോസസ്സ് അങ്ങനെ അല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അത് അത്തരം കാര്യങ്ങളിനകത്തിൽ നമ്മുടെ ഫോക്ക്ലോർ ഇല്ലെങ്കിൽ അവന് 1-ാം ക്ലാസ്സിൽ നിന്ന് 2-ാം ക്ലാസ്സിലോട്ട് പ്രൊമോഷൻ കിട്ടത്തില്ലയോ? അതല്ല നമ്മൾ പറയുന്നതിൻ്റെ ധ്വനി. പക്ഷേ അതൊക്കെ വളർന്ന് എനിക്കത് ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത്തരം ഒരു ചിന്തയാണ് എന്നെ രൂപപ്പെടുത്തുന്നത്. അതൊക്കെ ഷെയർ ചെയ്യാനാണ് ഞാൻ എഴുതുന്ന ബാലസാഹിത്യത്തിലൂടെ ഞാൻ ശ്രമിക്കുന്നതും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ സങ്കല്പത്തിലെ വായനക്കാർ എന്നുള്ള ഈ ഒരു വിഷയം പരിമിതമായ സമയത്തിനുള്ളിൽ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കേണ്ട ഒന്നല്ല. അത്രയധികം സങ്കീർണമായ വിപുലമായിട്ടുള്ളൊരു വിഷയമായിട്ട് കൂടി നമ്മളിതിനെ ഏറ്റെടുക്കുകയാണ്, കേൾവിക്കാരും സംസാരിക്കുന്നവരും എല്ലാവരും. കാരണം വായന എന്ന് പറയുന്നത് ഒരു സൂക്ഷ്മാനുഭവമാണ്. ആ സൂക്ഷ്മാനുഭവത്തിൻ്റെ പടർപ്പുകളാണ് ലോകം മുഴുവനും സാഹിത്യകൃതികളെയും മനുഷ്യരെയും നിലനിർത്തുന്നതും മനുഷ്യജീവിതത്തെ സാധ്യമാക്കുന്നതുമൊക്കെ. അത്തരത്തിലുള്ള സാധ്യതകളെക്കുറിച്ചുള്ള അനുഭവങ്ങളാണ് ഇവിടെ 3 എഴുത്തുകാരും നമ്മളോട് പങ്കുവച്ചത്. വായിക്കുന്ന മനുഷ്യരുടെ കാഴ്ചകളും വായിക്കുന്ന മനുഷ്യരുടെ യാത്രകളും വായിക്കാത്തവരുടെ ഇതുപോലെ ആയിരിക്കില്ല. കാരണം വായനക്കാരുടെ ഉള്ളിൽ ഒരു സമാന്തരമായിട്ടൊരു ഭാവനാഭൂപടം രൂപം കൊള്ളുന്നുണ്ട്. ആ ഭാവനയുടെ കാഴ്ച, ആ ഒരു കണ്ണിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നാഗർകോവിലിലൂടെ യാത്ര ചെയ്യുമ്പോൾ, തെക്കൻ തിരുവിതാംകൂർ എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്ന ആ ഇടങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന സാധാരണ മനുഷ്യരും C.V. രാമൻപിള്ളയുടെ നോവലുകൾ വായിച്ചിട്ടുള്ള, ഇന്ദുഗോപൻ്റെ നോവൽ വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൃതികൾ വായിച്ചിട്ടുള്ള മനുഷ്യരൊക്കെ യാത്ര ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാരണം അത് C.V. ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സൗന്ദര്യാത്മകമായിട്ടുള്ള ഒരു കാര്യം കൂടി അതിൻ്റെ ഉള്ളിലുണ്ട്. പാട്ടുകൾ കേൾക്കുന്നത് പോലെയാണ്.
ഇത് നൃത്തമോ സംഗീതമോ ആസ്വദിക്കുന്നത് പോലെയൊക്കെ തന്നെയാണ് ഈ വായനയുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ വായനക്കാരുടെ ലോകം എന്ന് പറയുന്നത് അത്ര വിചിത്രമായിട്ടുള്ള ഒരു യാത്രാ വിവരണങ്ങളുടെ ഒരു ലോകം കൂടിയാണ്. തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ മലബാറിലേക്കൊക്കെ വരുമ്പോൾ പൊന്നാനി എത്തുന്ന സമയത്തോ ട്രെയിനിലൊക്കെ പോവുകയാണെങ്കിൽ MTA അല്ലെങ്കിൽ ഇടശ്ശേരിയോ ഒന്നും ഓർക്കാതെ നമുക്ക് കടന്നു പോകാൻ പറ്റില്ല. കോഴിക്കോട് കഴിഞ്ഞ് തിക്കോടി എന്ന് പറയുന്ന ഒരു ചെറിയ സ്റ്റേഷനാണ്. തിക്കോടി എത്തുമ്പോൾ ഒരിക്കലും തിക്കോടിയൻ ആവിഷ്കരിച്ച വലിയ അരങ്ങ് കാണാത്ത നടനെക്കുറിച്ച് ആലോചിക്കാതെ നമുക്ക് അവിടെ നിന്ന് കടന്നു പോകാൻ പറ്റില്ല. മാഹി എത്തുമ്പോൾ ഒരിക്കലും ദാസനെയും ചന്ദ്രയെയും ഓർക്കാത്ത ഒരു ദിവസം പോലും നമുക്ക് യാത്രകളിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ആ കാലത്തിൻ്റെ ഒരു വായനാനുഭവത്തിലൂടെ കടന്നുപോയതെന്നുള്ള രീതിയിൽ പറയാനുള്ളത്. ജഗന്നാഥ ടെമ്പിൾ ഗേറ്റിൽ എത്തുമ്പോൾ അവിടെ ഉണ്ടായ ഒരു വലിയ അപകടം, ആ അപകടത്തെ സംബന്ധിച്ച് മാത്രമല്ല VR സുധീഷിൻ്റെ അച്ഛൻ തീവണ്ടി എന്നുള്ള കഥ മനസ്സിൽ അവശേഷിപ്പിക്കുന്ന വലിയ പരിക്കുകൾ നമ്മളുടെ ഉള്ളിലുണ്ടാകും. ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളത് മാത്രമാണ്. തുടർന്ന് ഇങ്ങനെയുള്ള ഓരോ നമ്മളൊരിക്കലും കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത അജ്ഞാത ഭൂഖണ്ഡങ്ങളിലൂടെ യാത്ര ചെയ്യാൻ വായനക്കാരെ പ്രാപ്തമാക്കുന്ന ഒന്നാണ് വായനാനുഭവം. അത് ഒരേ സമയം എഴുത്തുകാരുടെ ഉള്ളിലും നടക്കുന്നുണ്ട്, വായനക്കാരുടെ ഉള്ളിലും നടക്കുന്നുണ്ട്. ആദ്യമേ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ പരസ്പരം വിഘടിക്കപ്പെട്ട് നിൽക്കുന്ന ഒന്നല്ല. എഴുത്തും വായനയും സർഗാത്മകമായ അനുഭവങ്ങളാണ് എന്നും വായനയുടെ ജനാധിപത്യത്തിൽ അത് കാത്തുസൂക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നുമുള്ള തികഞ്ഞ ബോധ്യത്തോടു കൂടിയാണ് കേരള സാഹിത്യ അക്കാദമി ഇങ്ങനെ ഒരു സാർവദേശീയ സാഹിത്യോത്സവം സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായും എൻ്റെ സങ്കല്പത്തിലെ വായനക്കാർ എന്നുള്ളൊരു വിഷയം ഈ പാനൽ ചർച്ചയിൽ ഉൾപ്പെടുത്തിയതെന്ന് വിചാരിക്കുന്നു. വലിയ ഉത്തരവാദിത്വം സമൂഹത്തോട് എഴുത്തുകാർക്കും വായനക്കാർക്കും ഒരേപോലെ ഉണ്ട് എന്നും ആ ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നും മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു ചർച്ചയുടെ സമയം ഇവിടെ അവസാനിക്കാറായി. ഇവിടെ കേട്ടിരുന്ന ഇതിൽ പങ്കാളികളായി തീർന്ന മുഴുവൻ ആളുകൾക്കും ഈ സെഷന് വേണ്ടി ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഭാഗമായി തീർന്നതിലുള്ള സന്തോഷം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.